ഏവർക്കും സുപ്രഭാതം. മെഡിമിക്സ് ഉത്സവം 2022 എല്ലാവർക്കും സ്വാഗതം. IV ശശി ചലച്ചിത്രോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്ടയും അതുപോലെ തന്നെ FCC 1983 സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഡിമിക്സ് ഉത്സവം 2022 ഇന്നിവിടെ അരങ്ങേറുന്നത്. ഇന്ന് ഒട്ടനവധി പരിപാടികൾ രാവിലെ 9 മുതൽ തുടങ്ങുന്ന ഒട്ടനവധി പരിപാടികൾ നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ട് IV ശശി എന്ന ഇതിഹാസ ചലച്ചിത്ര സംവിധായകന്റെ 5 മികച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഒപ്പം 11 മണിക്ക് IV ശശി സിനിമകളിലെ സംഗീതത്തെ കുറിച്ചുള്ള ഒരു ഓപ്പൺ ഫോറം, അതിനുശേഷം 2 മണിക്ക് ഒരു സിമ്പോസിയം ഉണ്ട്. IV ശശി സിനിമകളുടെ സമകാലീന പ്രസക്തിയെ കുറിച്ചുള്ള ഒരു സിമ്പോസിയം, അതിനുശേഷം വൈകുന്നേരം 5 മണിക്ക് സമാപന സമ്മേളനം. സോ ഇത്തരത്തിൽ 5 പരിപാടികളാണ് ഇന്ന് ഇവിടെ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഫെസ്റ്റിവൽ മാക്ടയും അതുപോലെ തന്നെ FCC 1983 ചേർന്നാണ് നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കുന്നത്. I welcome you all on behalf of Medimix Ulsavam 2022, a festival of IV Shashi films sponsored by Gold Medal, Federal Bank and Jollywood Movies. FEFCA Working Secretary Shri Sohan Sinolal, Production Controller of IV Shashi's first movie Ulsavam, Shri Ismail, Film Actor Shri Irshad, Shri Ravindran, Shri Vipin. വലിയ സ്വപ്നമാണ് ശശിയേട്ടനെ ആദരിക്കുക. IV ശശി എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും മികച്ച സംവിധായകനെ ആദരിക്കുക എന്ന് പറയുന്ന ഈ ചലച്ചിത്രോത്സവത്തിലൂടെ സാധ്യമാവുന്നത്. ഇനി ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട്. നമുക്ക് എല്ലാവരും ഈ പരിപാടിയിൽ വമ്പിച്ച വിജയമാക്കി തീർക്കണം. എല്ലാവരോടും തന്നെ ഉണ്ടാവണം, എല്ലാ പ്രോഗ്രാമിനും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമുണ്ട് മാക്ടങ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്.
എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ശശിയേട്ടനെ മറക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ശശിയേട്ടന്റെ പേരിൽ ഇന്നിവിടെ നടത്തുന്ന ചലച്ചിത്രോത്സവം എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഇന്ന് കാണിക്കുന്ന 5 സിനിമകൾ മാത്രം വെച്ച് ഒരിക്കലും ശശിയേട്ടനെ ഒന്നും അളക്കാനൊന്നും പറ്റില്ല. കാരണം ശശിയേട്ടന്റെ ഫിലിം ഫെസ്റ്റിവൽ നടത്തുകയാണെങ്കിൽ ദിവസങ്ങളോളം നടത്താനുള്ള നല്ല സിനിമകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടെക്നോളജി എന്ന് പറയുന്നത് കയ്യിൽ അമ്മാനമാടിയ ഒരു സംവിധായകൻ തന്നെയാണ് ഐ വി ശശി. ആ കാലത്തൊക്കെ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ശശിയേട്ടൻ്റെ സെറ്റിൽ ഒന്ന് കാണാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ സെറ്റിലും ശശിയേട്ടൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 2 ക്യാമറ ഉണ്ടാവും. ഒരു ക്യാമറ പുറത്ത് ശശിയേട്ടൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് തള്ളുന്നത് ശശിയേട്ടനായിരിക്കും. ഇത്രയും കൃത്യതയോടുകൂടി ഷോട്ട്സ് കൺസീവ് ചെയ്ത് എടുക്കുന്ന ഒരു സംവിധായകൻ മലയാളത്തിൽ വിരളമാണെന്ന് തന്നെ പറയാം. ഒത്തിരി സിനിമകൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞതിന് ശേഷവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാക്ടയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുടരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശശിയേട്ടന്റെ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പേടിച്ചിരുന്ന ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ പപ്പൻ പറഞ്ഞു മസ്റ്റായിട്ട് വരണം, കാരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ബഹറിൽ നിന്ന് ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഞാൻ മലയാള സിനിമയിലേക്ക് വന്നത് ഐ വി ശശി ചിത്രത്തിലൂടെയാണ്. എനിക്ക് ശശിയേട്ടൻ സംവിധായകൻ മാത്രമല്ല, എന്നെ സ്നേഹിച്ച ഒരാളെന്ന് പറഞ്ഞു. കാരണം എപ്പോൾ നോക്കിയാലും സെറ്റിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും ശശിയേട്ടൻ അതിന് താങ്ങായിട്ട് നിൽക്കും. ഞാൻ എന്ത് പ്രോബ്ലം ഉണ്ടായാലും എല്ലാവരും എന്ത് കംപ്ലൈന്റ് പറഞ്ഞാലും നീ അതെ അവൻ പാവമാണ്, അവന് നീ ഒന്നും പറയണ്ടേ എന്ന് പറയും. ഒരുപക്ഷെ അങ്ങനെ തന്നെ അത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എന്നെ പുറത്താക്കേണ്ടതായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ശശിയേട്ടന്റെ ഒരു വലിയ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചാലും, ഈവൻ ഞാൻ കാരണം വന്ന് ഷൂട്ടിങ് ലേറ്റ് ആയി പോയി കഴിഞ്ഞാലും ചീത്ത മറ്റുള്ളവർ കേട്ടിട്ടുണ്ട്, മോഹൻലാലും അല്ല. പക്ഷെ ശശിയേട്ടൻ എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും ആ ശശിയേട്ടന്റെ ഒരു ഫെസ്റ്റിവലില് പപ്പൻ പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി അതിനകത്ത് എന്റെ പ്രോഗ്രാമുകൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത്. താങ്ക് യു. കാരണം ഇത് നമ്മൾ ഇനിയും കൊണ്ടു നടക്കുന്നതാണ്. ശശിയേട്ടന്റെ സിനിമ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ശശിയേട്ടന്റെ ഭരതേട്ടന്റെ പപ്പേട്ടന്റെ പടങ്ങൾ അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആക്ച്വലി ശ്രദ്ധ എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുകയൊക്കെ ഉണ്ടായി. നരസിംഹത്തിന്റെ തുടർച്ചയായതുകൊണ്ട്, പക്ഷെ ആൾക്കൂട്ടത്തിൽ മീൻസ് ലാലേട്ടന്റെ കൂടെയുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ മാറിപ്പോയതാണ്. അതൊരു വലിയ നഷ്ടമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ശശിയേട്ടനെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് നടത്തുക. ഇതിനുശേഷമുള്ള ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ശശിയേട്ടന്റെ സിനിമയുടെ ഇന്നിന്റെ പ്രസക്തി എന്താണെന്നുള്ളത്. എല്ലാ ചിത്രങ്ങളും തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം ചില മാറ്റങ്ങളുണ്ടായി. വളരെയധികം അനുഭവങ്ങളുള്ള കുറെ ജോലികളായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ചില അനുഭവങ്ങളൊക്കെ വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ വേണ്ടിയിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. മാർക്ക് ടീമായി ചേർന്ന FCC 1983 എന്ന കലൂരുള്ള ഞങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായ്മക്ക് ഇത്രയും ഏറ്റവും വലിയ ചലച്ചിത്രകാരനായ ശ്രീ ഐ വി ശശി പകരം വെക്കാനില്ലാത്ത ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഡയറക്ടർക്ക് ഒരു ഓർമ്മ, ഒരു ഫെസ്റ്റിവൽ നടത്താൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു സന്തോഷമായി കരുതുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത സീമ ചേച്ചി ഐ വി ശശി എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സിനിമ ഞങ്ങളെ അടുപ്പിച്ചത് ശശിയേട്ടന്റെ സിനിമകളായിരുന്നു. മമ്മൂട്ടിക്ക, മോഹൻലാൽ എല്ലാവരും ആണെങ്കിലും ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ വിശേഷം. മലയാള സിനിമയുടെ ചരിത്രം ശശിയേട്ടനെ മാറ്റി എഴുതാൻ പറ്റില്ല. എല്ലാവരെയും MT വാസുദേവൻ നായരുമായി ചേർന്ന് ഒരുപാട് വൻ ഹിറ്റുകൾ ഐ വി ശശി എന്ന സംവിധായകൻ
സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ എം ടി വാസുദേവൻ നായർ അതേ പേരിലുള്ള, അതായത് ആൾക്കൂട്ടത്തിൽ തനി എന്ന പേരിൽ തന്നെ എഴുതിയ ഒരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ രാജു മാത്യു. ഇതിൽ മുഖ്യ വേഷം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, സീമ, ബാലൻ കെ നായർ തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജയാൻ വിൻസെന്റ്. ഇതിന്റെ എഡിറ്റിംഗ് ഐവിശേഷി ചിത്രങ്ങളിലെ മിക്ക സിനിമകളുടെയും എഡിറ്ററായ ശ്രീ കെ നാരായണൻ. ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ. ഇതിന്റെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളുടെ സംഗീതവും ഒരുക്കിയിരിക്കുന്നത് ശ്യാം. സോ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രമാണ് ആദ്യം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. പരിപാടികൾ മാക്ടെയിം FCC 1983 ചേർന്ന് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ആദ്യ ഇനമായ സിനിമാ പ്രദർശനം നമ്മുടെ ഓഡി 5 സെൻട്രൽ സ്ക്വയർ മാർക്കറ്റ് ഓഡി 5-ലാണ്. നമുക്ക് ഓർമ്മിക്കാം, ആസ്വദിക്കാം ഒരെടുത്ത അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. നടക്കുന്നതായിരിക്കും. അതിനുശേഷം ചിത്രം നോക്കുമ്പോൾ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാട്ടാണ്. രാഷ്ട്രീയ ഒരുപാട് നല്ല പ്രവർത്തികൾ ഫ്ലഡിന്റെ പ്രശ്നം വന്നപ്പോഴായാലും അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്തായാലും ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് നല്ല നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്ന സംസ്കരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ശശിയേട്ടന്റെ പേരിൽ ആംഗിൾസ് പറഞ്ഞതുകൊണ്ട് ഒരു മ്യൂസിക്കിന്റെ ആംഗിളിൽ നിന്നിട്ടൊരു ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ മുന്നിൽ നടന്നു പോയിട്ടുള്ള പലരും വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തെളിച്ചരിക്കാനുള്ള വെളിച്ചം ശശിയെ പറ്റി ചിന്തിക്കുകയുള്ളൂ. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ശശിയൊക്കെ ഒത്തിരി താല്പര്യമായിരുന്നില്ല എന്ന് സിനിമകളാണ്. പക്ഷെ ആ നമ്പർ എത്രയാണെന്ന് ശശിയേട്ടൻ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ശശിയേട്ടന്റെ വളരെ പ്രിയപ്പെട്ട അസിസ്റ്റന്റും ഫിലിം മേക്കറുമായിട്ടുള്ള ഷാജോൻ പറഞ്ഞത്. അല്ലെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ അല്ല കാര്യം. അതിനപ്പുറം ഇത്ര വ്യത്യസ്തമായ സിനിമകൾ ഒന്ന് ആലോചിച്ചു നോക്കുക. എഴുതി കഴിഞ്ഞാൽ ജോൺ പോൾ, ഇങ്ങനെ പോയി MT വാസുദേവൻ നായർ, പത്മരാജൻ, ഇങ്ങനെ മലയാളത്തിലെ എല്ലാ കോമ്പിനേഷനിലും എല്ലാ പഴം സിനിമകളും ചെയ്ത മനുഷ്യനാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ദാമോദരമാഷിന്റെ രാമചന്ദ്രൻ. കാരണം ചർച്ചാ വിഷയം നമ്മൾ ശശി ഭാരത്ത് ഇത്രയും വ്യക്തമായി അവതരിപ്പിച്ച ഒരു സംവിധായകൻ ശ്രീ ശശി വേറെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിപരമായി എനിക്ക് ഇഷ്ടപ്പെട്ട ആ പട്ടികയിലുള്ള 3 സംവിധായകരാണ്. ആദ്യമായി ശശി, ഭാരതരാജ, മണിരത്നം. അവരുടെ സിനിമകളിൽ വയലൻസ് ഉണ്ട്, സെക്സ് ഉണ്ട്, മനുഷ്യ മനസ്സുകളുടെ വളരെ ആഴത്തിലുള്ള ആലോചനകൾ ഉണ്ടെങ്കിൽ പോലും അതേ സംവിധായകൻ പ്രണയത്തെ ഗാനത്തിലൂടെ കൃഷിയിൽ അന്വേഷിക്കുമ്പോൾ പ്രേക്ഷകരായ നമ്മളിലെത്തുന്ന ഒരു അത് മറ്റുള്ള സിനിമകളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ തോന്നുന്നത്
നഷ്ടപ്രണയത്തിനാണ് അത് പ്രണയം നഷ്ടമാകുമ്പോഴാണ് അത് അനിശ്ചിതമാകുന്നത്. അതിനത്ര അഭിനന്ദിക്കാൻ പാടില്ല. വലിയൊരു കൈമാറം നടത്തും സംഗീതത്തെ കുറിച്ചും ശശിയുടെ ഗാനങ്ങളെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഇവിടെ വന്ന ശേഷമാണ് ശ്രീ പത്മനാഭനെ ചോദിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കൈമാറം ചെയ്തിട്ടുള്ളത്. സംഗീതത്തിന്റെ ഓരോ കാറ്റഗറിയും സംവിധായകന്റെ ബലം ആവശ്യമുണ്ട്. അത് ഇപ്പോ ബിച്ചു സാറിന് അതുപോലെ പൂവച്ചൽ സാറിന് ഒക്കെ ആ ഒരു സോയിലായിട്ട് മാറിയത് ശശി സാറായിരിക്കുന്നുണ്ട്. ഇപ്പൊ ശശി സാറിന്റെ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് വേറെ പലർക്കും. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരുടെ അദ്ദേഹം കുറെ പാട്ടുകൾ എഴുതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പോ ഭരണിക്കാവ് ശിവകുമാർ ആണെങ്കിൽ ആ കാലത്ത് കാവാലാണെങ്കിലും ആ കാലത്ത് കാവാല എഴുതിയിട്ടുണ്ട്. അതെ ആ പാട്ട് ഏതാണ്? സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പാട്ട് എഴുത്തുകാർക്ക് എടുക്കാനുള്ള ഇന്റൻഷനാണ്. നമുക്ക് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് നോക്കുമ്പോൾ അത്രമേൽ പറയുന്ന അതേ വലിയ വലിയ സിനിമകൾ എടുക്കുമ്പോൾ അത് ജനപ്രിയ സിനിമകളാണ്. 2 സിനിമയിലോ മാത്രമല്ല പാട്ടില്ലാത്ത സിനിമയുണ്ട്. അതിരാത്രമാണോ എന്നത്? കാരണം അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. എല്ലാ സിനിമകളും പാട്ടുള്ള കാലത്ത് പാട്ടേ ഇല്ലാത്ത സിനിമ. അപ്പൊ 2 പാട്ടുകൾക്കും തമ്മിലൊരു ബന്ധമുള്ളത് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു അറിവാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ദേവരാജൻ മാഷ് സാധാരണ ട്യൂൺ ചെയ്ത ഒരു പാട്ട് അതിലെന്തെങ്കിലും ഒരു തിരുത്ത് വേണം, അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് പറയാൻ പലർക്കും ധൈര്യം ഉണ്ടാവാറില്ല എന്നത്. പക്ഷെ ഇലഞ്ഞി പൂമണം ഒഴുകി വരും എന്ന പാട്ടിൽ അത് തൻ്റെ സിനിമയുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ച് മാറ്റം വരുത്തണമെന്ന് സാർ ആഗ്രഹിക്കുകയും അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുകയും ചെയ്തു എന്നതാണ്. ഇത്തരത്തിലുള്ള എങ്ങനെയാണെന്നുള്ളത് ദേവരാജൻ സാറ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാട്ടിൽ കുറച്ചുകൂടെ തണുപ്പ് വരണമെന്നാണ്. അത് വായിച്ച ഒരു ഓർമ്മയാണ് എനിക്ക്. ശരി, പാട്ട് തണുപ്പ് വേണമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ദേവരാജൻ മാഷ്. പിന്നീട് ഒരു ദിവസം കൊണ്ടാണ് അദ്ദേഹം ഇലഞ്ഞി പൂമണ ഒഴുകിയൊരെന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ ചിട്ടപ്പെടുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെയാണ് അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് ആ ഒരു ഓർമ്മ പങ്കുവെച്ചതുണ്ട്. താങ്ക് യു. 7 ആർട്സിന്റെ ഒരു കമ്പോസിംഗിനാണ്. പക്ഷെ ആ പടം നടന്നില്ല. അനിൽ ഡയറക്ട് ചെയ്യാനിരുന്ന നമ്മള് തിരക്കഥ എഴുതിയ പടമാണ്. ഷിബു ഇവിടെ എവിടെ ചിത്രവർണ്ണത്തേര് നമ്മളെ ഷിബുവിന്റെ ഒരു എനിക്ക് തോന്നുന്നു 5ഓളം വളരെ മനോഹരമായ ഗാനങ്ങളുള്ള ഒരു ചിത്രമാണ്. അത് ചില അത് ഓഡിയോ തുടങ്ങിയില്ല. അല്ല, അത് ഓഡിയോ അന്ന് പ്രോജക്റ്റ് നടന്നില്ല. പക്ഷെ അവിടുന്ന് ഒരു സൗഹൃദം തുടങ്ങി. ഞാനും കീരവ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. എന്താണെന്നറിയും,
അവിടെ ബഹളം നടക്കുന്നത്. അപ്പോ മുസ്ലിമുകളാണ്. ഞാൻ എന്റെ മുണ്ട് ഞാൻ ഇടത്തോട്ട് വലിക്കുത്തി, എന്നിട്ട് ഞാൻ അവിടെ തല്ലി. അപ്പോൾ ഹിന്ദുക്കളാണ്, ഉടനെ മുണ്ട് ഞാൻ വലിക്കും. ഇതേപോലെ ഒരു ക്യാരക്ടറിന്റെ ഈയിടെ കണ്ടു ഞാൻ TV വാർത്തകളിൽ. ഇപ്പം ബന്ദ് നടന്നില്ലേ, ഇടത്തോട്ടും വലത്തോട്ടും മുണ്ടുകൊടുത്തവരുടെ ഒരു ബഹളം. ഇതിനെ കൂടുതൽ സമകാലിക പ്രസക്തി ഈ 70കളുടെ തുടക്കത്തിൽ എപ്പോഴും ഉണ്ടാക്കിയ സിനിമ, ഹിന്ദു സിനിമ. അതില് ജപ്പാനിലേക്ക് പോകുന്ന ഒരു ട്രൂപ്പാണ്, നാടക ട്രൂപ്പാണ്. അപ്പൊ ജപ്പാൻകാരുടെ സമരം കാണും. അയ്യോ, സമരം ചെയ്യുന്നത് ഫാക്ടറി കൂട്ടിക്കാനാണ് എന്ന് പറയുന്ന ഇന്ത്യക്കാരും തമ്മിലുള്ള കമ്പാരിസൺ ഇത്ര മനോഹരമായിട്ടാണ് ആര്യ ശശി അവതരിപ്പിച്ച ഒരു കഥാപാത്രം. പുലി വരുന്നത് ഇപ്പോഴും വരുന്നില്ല. പുലി പത്തനംതിട്ടയിലും പാലക്കാടും താമരശ്ശേരിയിലും ഒക്കെ പുലി വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രസക്തമല്ലേ ആ സബ്ജക്ട്? അത് പുലി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഇനി എൻ്റെ ഒരു മാധ്യമപ്രവർത്തന കാലത്തൊന്നും ഐവിശ്വ സാറിനെ ഇന്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കൂടുതലായിട്ട് ടെലിവിഷൻ എന്നൊക്കെയാണ് ഐവിശ്വസി സിനിമകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇപ്പൊ നമ്മൾ സൂപ്പർലെറ്റീവ്സ് എന്നുള്ള രീതിയിൽ ഐവി ശശി എന്ന് പറയുന്ന ഫിലിം മേക്കറിനെ അനുസ്മരിക്കുമ്പോഴോ ആദരിക്കുമ്പോഴോ ആഘോഷിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ ആൾക്കൂട്ടത്തിന്റെ സംവിധായകൻ എന്നുള്ളത് നമുക്കറിയാം. 2022 നമ്മളിത് സംസാരിക്കും. ആൾക്കൂട്ടം എന്നുള്ളത് ഒരു രാഷ്ട്രീയത കൂടിയുള്ള ഒരു ലിഞ്ചിങ്ങിന്റെ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കൂട്ടം എന്നുള്ളത് അത്ര കേൾവിയിലോ അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചയിലോ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയമാനത്തിൽ അത്ര സുഖമുള്ള പ്രയോഗമല്ല. അപ്പൊ പക്ഷേ ഈ ഉത്സവമായിട്ട് സിനിമ എന്ന് പറയുന്ന ഓഡിയോ വിഷ്വൽ മീഡിയ അതിന്റെ എല്ലാത്തരം ഗരിമയോടുകൂടി തിയേറ്ററുകളിൽ ഉത്സവാന്തരീക്ഷത്തിൽ ഫിലിം മേക്കർ അദ്ദേഹത്തിന് അങ്ങനെ സമാനതകളില്ലാത്ത വിധം വിജയം അതിൽ തന്നെ നമുക്കറിയാം പലപ്പോഴും ലൈംഗിക തൊഴിലാളികളുടെ കഥയുണ്ട്. അല്ലെങ്കിൽ അത് നാട്ടിൻപുറത്തെ ചന്തകളിലേക്ക് തെരുവുകളിലേക്ക് ചുമട്ടു തൊഴിലാളിയുടെ കഥ അവിടെ കാണാൻ പറ്റും. ഒരുപക്ഷെ ഒരു പോസ്റ്റ് കോവിഡാനന്തരമൊക്കെ നമ്മളൊരു ചേംബർ ഡ്രാമ സ്വഭാവത്തിൽ കേട്ട് സിനിമയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഫിലിം മേക്കർ മലയാളത്തിൽ മറ്റൊരാളെന്ന് തോന്നില്ല. കാരണം അദ്ദേഹത്തിന് ഓരോ സിനിമയിലേക്ക് മൃഗയുടെ കാര്യം ഇവിടെ പറയുന്നതുകൊണ്ടാണ്. മൃഗയ നമ്മൾ ഒരിക്കലും കാണുമ്പോൾ അത് 80 90 ഉണ്ടായിട്ടുള്ള സിനിമയാണെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു വിഷ്വലൈസേഷനിലെ പാട്ടിൽ അല്ലെങ്കിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോഴും നമുക്ക് കാരണം അതിനുശേഷം അദ്ദേഹത്തിന്റെ സിനിമ അങ്ങനെ ഒരുപാട് സിനിമകള് കാലാതീതമായി നിൽക്കുന്ന വിധത്തിൽ അന്നത്തെ സമകാലീനരായ സമാന്തര സിനിമ പ്രവർത്തകർക്ക് പോലും അപ്രാപ്യമായ ജലത്തിന് അല്ലെങ്കിൽ നദികൾ ഇത്രത്തോളം മലീമസമായിരുന്നില്ല. അന്ന് നദിയിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഭാവിയിലേക്ക് സംഭവിക്കാവുന്ന ഒരു വിഷയത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു ഉത്സവം എന്നെനിക്ക് തോന്നുന്നു. അതും വലിയ താരനിരയില്ലാതെ ഉമ്മറിനെ പോലെ ഒരു നടനെയൊക്കെ നായകനാക്കി ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യം, അത് ആ പ്രതിഭയുടെ ഒരു മികവാണല്ലോ തെളിയിക്കുക. ആദ്യ സിനിമ അങ്ങനെ ചെയ്യുക. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവളുടെ രാവുകൾ തുടങ്ങിയ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ അന്നത്തെ കാലത്ത് കാണിച്ച ധൈര്യം. ശശിയേട്ടൻ എനിക്ക് തോന്നുന്നു അങ്ങാടിക്ക് മുമ്പ് മണ്ണാടിക്ക് ശേഷം ഉത്സവത്തിൽ നമുക്ക് പറയാം. അതൊന്നും ഈ പറയുന്നത് ആ കാലഘട്ടത്തിൽ വെള്ളത്തെ ഇതും ജലം എന്നൊരു വലിയൊരു ഭൂമി മറ്റൊരു പ്രശ്നം നോക്കുമ്പോൾ അതും ഒരു 40 അടയാളപ്പെടുത്തിയിട്ടില്ല. ഉത്സവത്തിന്റെ ഏറ്റവും ജനം. അപ്പൊ അദ്ദേഹം സിനിമാക്കാരുടെ രാഷ്ട്രീയം നന്നായി പഠിച്ച ഒരു സംവിധാനം. ഇതൊന്നും ശശിയേട്ടൻ എവിടെയും പറയുന്നത് പ്രവർത്തിക്കുകയും തന്റെ സിനിമകൾ സംസാരിക്കുകയും പറഞ്ഞ് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മലയാള സിനിമ ഇനിയും അടയാളപ്പെടുത്താത്ത അല്ലെങ്കിൽ സൗകര്യം കൊള്ളുന്ന വിഷയങ്ങൾ 78 എൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന VCPകളിലൂടെയാണ് ഐവി ശശി സിനിമകൾ ഞങ്ങൾ കാണുന്നത്, കുട്ടികളായിരുന്ന ഞങ്ങൾ കാണുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ ഞാൻ കണ്ട ആദ്യത്തെ സിനിമ ഈ നാടായിരുന്നു. ഈ നാടും ഇനിയെങ്കിലും എന്നതിന് ശേഷം അവളുടെ രാവുകൾ എന്ന സിനിമയും VCP ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അവളുടെ രാവുകൾ കാണാൻ പറ്റിയില്ല. ആ VCP ഇട്ട ഉടനെ ഈ സിനിമയുടെ പേര് തെളിഞ്ഞ ഉടനെ അത് ഓഫ് ചെയ്തു. എന്നിട്ട് പിള്ളേരെല്ലാം പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു 4-5 പേരുണ്ട്. ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നു.
എന്ന വ്യാജേനെ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒളിച്ചു വന്നിട്ട് ഈ സിനിമ നോക്കുന്നു. പിന്നെ ഞങ്ങൾ ഒളിഞ്ഞു നോക്കുന്നു എന്ന് കണ്ടപ്പോൾ മുതിർന്നവര് ഈ സിനിമ ഓഫ് ചെയ്തു. അപ്പം കുറേയധികം നാളുകൾ ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് ഓഫ് ചെയ്ത ആ സിനിമയ്ക്ക് പിന്നിൽ എന്തായിരുന്നു എന്ന് അറിയാനുള്ള ഒരു ഒരു ഭയങ്കരമായ ഒരു എന്താ പറയാ ആവശ്യം കുറേ നാളുകൾ ഉണ്ടായിരുന്നു. ചില സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒക്കെ സിനിമകളും ആ രീതിയിൽ വായിക്കപ്പെടേണ്ടതാണ്, എഴുതപ്പെടേണ്ടതാണ്, കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൈദ്ധാന്തികനാണ് മിഖായിൽ ബെക്തിൻ എന്ന് പറയുന്ന ആൾ. ബെക്തിന്റെ ഒരു സവിശേഷ സങ്കല്പനമാണ് ഈ കാർണിവൽ എന്നത്, ഉത്സവാത്മകത എന്നത്. ഉത്സവാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ കൂടുന്നു എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ സ്വരങ്ങൾ വിക്ഷേപിക്കപ്പെടുന്ന സ്ഥലം, വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം, അങ്ങനെ ആകെ സന്തോഷബഹളമായ ജനാധിപത്യത്തിന്റെ പൂമുഖം എന്നാണ് ഉത്സവത്തിന്റെ അർത്ഥം. ഒരുപക്ഷെ IV ശശി എന്ന സംവിധായകൻ മലയാള സിനിമയിലെ ഉത്സവാത്മകതയുടെ കാവലാൾ ആണ്. അദ്ദേഹത്തിന്റെ 150ഓളം വരുന്ന സിനിമകളുടെ പ്രമേയങ്ങൾ നോക്കിയാൽ ഈ ഉത്സവാത്മകത കാണാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അധികാരിവർഗങ്ങൾ, പോലീസ്, സമരക്കാർ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ എന്നുവേണ്ട സമൂഹത്തിൽ കാണുന്ന എല്ലാ അടരുകളും, സാധാരണ മനുഷ്യർ, അങ്ങാടിയിലെ മനുഷ്യർ, രാജി എന്ന് പറയുന്ന ഒരു സ്ത്രീ ലൈംഗിക തൊഴിലാളി എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ അടരുകളെയും അഡ്രസ് ചെയ്യാനും അവയെ അഭിസംബോധന ചെയ്യാനും കാണിച്ച ഒരു ജനാധിപത്യത്തിന്റെ ഒരു തഴുകൽ ഉണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിലെ ഓട്ടിയർ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയും. സിനിമാ സങ്കല്പനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ഈ ഓട്ടിയർ, ഓഥർ എന്നാണ് അർത്ഥം. സിനിമയുടെ ന്യൂക്ലിയസ് ആരാണ് എന്നുള്ള ചോദ്യം. ഇപ്പൊ ഗോദാർദിനെ പോലെയുള്ള ആൾക്കാർ പറയും സിനിമയുടെ ആത്യന്തികമായ കാവലാൾ, ന്യൂക്ലിയസ്, കേന്ദ്രം എന്നത് സംവിധായകനാണ്. ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഓട്ടിയർ നോക്കിയാൽ ഈ റിയലിസത്തിന്റെ നിസ്താന്തമായിട്ടുള്ള സാധ്യതകൾ അദ്ദേഹം ഉപയോഗിച്ചതായി കാണാം. എങ്ങനെയാണ് അദ്ദേഹം ക്യാമറ വെക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് ഭാഷണം നടത്തിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹം അത് എഡിറ്റ് ചെയ്ത് ഒരു സങ്കലന ബുദ്ധിയോട് കൂടി അപ്രമാണിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെയെല്ലാം ഒരു സോഷ്യലിസ്റ്റ് റിയലിസത്തിന്റെ ആശയാവലികൾ ഇരിപ്പുണ്ട്. ഭാഷ ഒരുപക്ഷെ മറ്റൊന്ന് ഈ മാസ് കൾച്ചർ എന്ന് പറയുന്ന ആശയത്തിന്റെ രൂപീകരണവും അതിന്റെ അവതരണവുമാണ്. അദ്ദേഹം ഒരുപക്ഷെ അതിനു മുമ്പുള്ള മലയാള സിനിമകളൊക്കെ ഫോക്കിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, കൂട്ടായ്മയെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫോക്കിനെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്, ഒപ്പം മാസിനെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു. വരുംകാലം അങ്ങനെയാണെന്ന് തോന്നുന്നു. ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം, അങ്ങാടി, പോലീസ്, അബ്കാരി, ബ്യൂറോക്രസി, മന്ത്രിമാർ എന്നിവപ്പുറത്ത് പുതിയ ആകലുകളും ശക്തികളും ഉണ്ടാക്കാനുള്ള, ശാക്തികമായ കൗതുകങ്ങൾ ഉണ്ടാക്കാനുള്ള സമ്പ്രദായം ഒരുപക്ഷെ A. നാരായണനെ പോലെയുള്ള എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് IV ശശി സാർ നടത്തുന്നതായി കാണാം. ഒരു പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, അക്കാലത്തിൽ സ്പീക്കേഴ്സിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ ശശിയെ കുറിച്ച് ഇവിടെ പറയാം. ആയോട് വലിയ ഇഷ്ടമായിരുന്നു. ആ വെച്ച് തുടങ്ങുന്ന സിനിമ, അനുഭവം, അംഗീകാരം, ആശീർവാദം, അങ്ങനെ ഒരുപാട് സിനിമ. പുള്ളിക്കതിൽ അനുഭവങ്ങളിൽ നിന്ന് ഒത്തിരി സിനിമ ആവശ്യം തുടങ്ങുമായിരുന്നില്ല. പുള്ളിക്ക് അതുപോലെ പുള്ളിയുടെ പ്രധാനമായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്ത 2 ക്യാമറാമാന്മാരൊന്ന് വിപിൻ ദാസും മറ്റൊന്ന് രാമേന്ദ്രൻ മേനോനും. അതുപോലെ സാറ് പറഞ്ഞ പോലെ നാരായണൻ സാർ, ശ്യാംജി. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന് പറയുന്നത് അനുഭവങ്ങളിൽ അല്ല, അവളുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ ജനപ്രിയ സിനിമകൾ ഭൂമിയിൽ തൊടുന്ന സിനിമകളല്ല, ജീവിതത്തെ തൊടുന്ന സിനിമകളല്ല. പക്ഷെ ശശിയേട്ടന്റെ സിനിമയിലേക്ക് വരുമ്പോഴാണ് ഇത് രണ്ടല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ജനപ്രിയത എന്നത് ജനപക്ഷപരത തന്നെയാണ്, അത് ജനകീയത തന്നെയാണ്, അതൊരു രാഷ്ട്രീയം തന്നെയാണ്, കലയുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ സൂക്ഷിച്ച് വായിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിന്റെ സാരം. നമ്മളത് അല്പം ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇത് സിനിമയ്ക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് മാത്രമല്ല, സിനിമയ്ക്ക് അത് ദോഷം ചെയ്യുകയും ചെയ്യും. എന്തിനാ ഇത് ആവശ്യമില്ലാതെ കോൺട്രവേഴ്സിക്ക് പോകണമെന്ന് പറഞ്ഞ് നമുക്കറിയില്ല എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ, നമുക്ക് അറിയില്ല സംഭവം. പക്ഷെ അത് അങ്ങനെ മാഷ് അത് കഴിഞ്ഞ് ഒരാഴ്ച ഡിലേ ഷൂട്ടിംഗ് തുടങ്ങാൻ ഈ മാറ്റി ചെയ്തതുകൊണ്ട് അങ്ങനെ മാറ്റി ചെയ്ത സിനിമയാണ് 1930. സിനിമയെ കുറിച്ച് ചർച്ചകൾ നടന്നു. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ വികലമായ ചില ചിന്തകളും അതുപോലെ തന്നെ ഉൾക്കാഴ്ചകളും ഉൾപ്പെടുന്ന ഒരു സിനിമ അദ്ദേഹത്തിന്റെ ഉണ്ട്. നിങ്ങൾ ആരോട് പറയാതെ പോയി. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞൊരു സിനിമയാണ്.
വിലാസിനിയുടെ നോവലിനെ അധികരിച്ച് ചെയ്തൊരു സിനിമ. മനോഹരമായൊരു സിനിമയായിരുന്നു. ഒരുപക്ഷെ ഐ വി ശശിയുടെ പടങ്ങളിൽ ഒരു 10 എണ്ണം എടുക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ വരാവുന്ന ഒരു സിനിമയാണ്. രാഷ്ട്രീയ വിമർശനങ്ങളോ സാമൂഹിക വിമർശനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകൾ ഇതുപോലെ പ്രതിപാദിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അത് വിലാസിനി ആകെ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളൂ. അത് ഐ വി ശശിക്ക് വേണ്ടിയായിരുന്നു. ഐ വി ശശി ഇതുപോലെ തന്നെ വിലാസിനിയുടെ അതുപോലെ ഈ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകൾ വ്യാഖ്യാനിക്കുന്ന ഒരു വേറെ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മനോഹരമായ സിനിമയാണ്. തീർച്ചയായിട്ടും ആ സിനിമയും അദ്ദേഹത്തിന്റെ മഹനീയമായ ചിത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടേക്ക് നായികയും നായകനും ഒക്കെ അതിൽ ലയിക്കുകയാണ്. അത് ചന്തയിലാണ്, ചന്തയിലെ ആളുകളിൽ ഒരാളാണ്, അല്ലെങ്കിൽ അവര് ചുമട്ടുതൊഴിലാളിയാണ്, ആൾക്കൂട്ടത്തിൽ ഒരാളാണ്. ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാം. മറ്റ് ഈ നായിക കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് അതിനെ ആരവമാക്കി മാറ്റി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടും 2 തരം ലാവണ്യ ശാസ്ത്രമാണ്. ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷൻ നോക്കിയാൽ അറിയാം. 2 പേർ ചിത്രകാരന്മാരാണ്. ഓരോ ഫ്രെയിം വർക്കും ഓരോന്നാണ്. പക്ഷെ 2 തരം ലാവണ്യ ബോധമാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ വീട്ടിലേക്ക് വെക്കുമ്പോൾ ഒരാൾ നാട്ടിലേക്കും സമൂഹത്തിലേക്കും ഭയങ്കരമായിട്ട് വെച്ചത്.
ശശിയുടെ പ്രിയപ്പെട്ട സീമ ചേച്ചി രാവിലെ തന്നെ ഞങ്ങള് തെരഞ്ഞെടുത്ത സിനിമകളുടെ ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുത്ത 5 സിനിമകൾക്ക് ആദ്യ ദിവസം തന്നെ രാവിലെ വന്ന് ഭദ്രദീപം കൊളുത്തി അത് ഭംഗിയായിട്ട് അതിപ്പോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സീമ ചേച്ചിയെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക്. അതേപോലെ തന്നെ ഞങ്ങളുടെ നഗരപിതാവാണ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞങ്ങൾ എന്താവശ്യത്തിന് എന്ത് കാര്യത്തിനും വളരെ എന്ത് പറഞ്ഞാലും വളരെ സ്വീകാര്യമായിട്ട് അതിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞ് ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരാധ്യനായ മേയർ എം അനിൽകുമാർ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ MLA ആയ ടീച്ചർ വിനോദ് സാറിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. കൂടാതെ ആശംസ പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മളുടെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന DJ വിനോദ് സാർ, M അനിൽകുമാർ സാറുമാണ്. ചില പതർച്ചകൾ വരും, ക്ഷമിക്കുക. നമ്മളുടെ ഈ സദസ്സിന്റെ മുഖ്യ അതിഥിയായി നമ്മളൊരു ഭാഗ്യം ചെയ്തവരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട കവിയും സംവിധായകനും നിർമ്മാതാവും, ഇനി വേണ്ട കൈവെക്കാത്ത ഒരു മേഖലയില്ല, അത്രയും പ്രാഗൽഭ്യമുള്ള നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി സാറിനെ ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല, കാര്യം അത്രയധികം വ്യക്തികളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും കൂടി ഞങ്ങളുടെ FCC 1983യുടെയും മാഗ്ജയുടെയും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ മറന്നു പോകാതെ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പയർ എന്ന സ്പോൺസേഴ്സിനെ കൂടി ഞാൻ ഒന്നിവിടെ അവതരിപ്പിക്കുകയാണ്. മെഡമിക്സ് ഞങ്ങൾ ആദ്യമായി സമീപിച്ചത് മെഡമിക്സ് ആണ്. അപ്പോൾ മെഡമിക്സ് ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ IV ശശി സാറുമായിട്ടുള്ള ബന്ധം പറഞ്ഞ് പൂർണ്ണ സമ്മതം പറയുകയുണ്ടായിരുന്നത്. ഗോൾഡ് മെഡൽ ഇന്ന് കേരളത്തിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അദ്ദേഹം ഇതിന്റെ ഞങ്ങളുടെ കൂടെ നിന്നു. ഫെഡറൽ ബാങ്ക്, സൈന വീഡിയോ ആഷിക്, ഞങ്ങളെ സിനിമകൾ തന്നെ സഹായിച്ച സൈന വീഡിയോ ആണ്. ആഷിക്കിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. സിനി പോലീസിനും ഇത്രയും നല്ല ചടങ്ങ് ഇവിടെ ഞങ്ങളുടെ സിനിമകൾ ഇവിടെ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തിൽ സിനി പോലീസിനോട് നന്ദി പറയുന്നു. സെൻട്രൽ മാളോട് നന്ദി പറയുന്നു. ഫസ്റ്റ് ലാൻഡ് അതും ഞങ്ങളുടെ സ്പോൺസർഷിപ്പിൽ നിന്ന് ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. ജോളിവുഡ് മൂവീസ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. എന്റെ പ്രിയ 2 സുഹൃത്തുക്കളായ താജു അയ്യരിൽ, സുനിൽ ഇന്നലെ ഗൾഫിൽ നിന്നും എത്തിയതാണ്, നമ്മുടെ സ്പോൺസർഷിപ്പിലുള്ളതാണ്. അപ്പോ ഒരുപാട് പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ഇത് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും FCCയുടെയും മാഗ്നയുടെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നുണ്ട്. ഈ വാക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ശ്രീമതി സീമ, ആദരണീയനായ ശ്രീകുമാരൻ തമ്പി, ശ്രീ കമൽ, ഷാജി കൈല, ശ്രീ ജനാർദ്ദൻ, പറയാൻ തുടങ്ങിയാൽ ശ്രീ മോഹൻ. അതുകൊണ്ടാണ് ഞാൻ സംഭാഷണം പിന്നീട് നടത്താമെന്ന് പറഞ്ഞ അവിടെ ഇരുന്നതിന്റെ കാരണം എന്താണ്? കാരണം അത്രയും പ്രതിപാദനം ഇരിക്കുന്ന ഒരു സദസ്സാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്നെ ആദ്യം വിളിക്കാൻ കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കൊച്ചിയുടെ മേയറായതുകൊണ്ട് മാത്രമാണ്. വ്യക്തിപരമായ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല. കൊച്ചി മേയർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മര്യാദ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് 1-2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയധികം പ്രതിപാദനയിലിരിക്കുന്ന ഒരു സദസ്സിൽ, പ്രത്യേകിച്ച് ശ്രീകുമാരൻ തമ്പി സാർ സംസാരിക്കാൻ ഒരു സദസ്സിൽ കയറി ഞാൻ എന്തെങ്കിലും ഒരു അനുസ്മരണമോ എന്തെങ്കിലും സംസാരിക്കുന്നത് ഒരു അവിവേകമായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആകെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, IV ശശിയുടെ ഒരു അനുസ്മരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്റെ നാട്ടിൽ തന്നെ കടകപ്പള്ളിയില് ഒരു ക്രിക്കറ്റ് ക്ലബ്, ക്രിക്കറ്റിന്റെ തമ്മിൽ എന്താ ബന്ധം എന്തെങ്കിലും ഒറ്റടിക്ക് വേണമെങ്കിൽ തോന്നാം.
പക്ഷെ എല്ലാവരും സിനിമാ കമ്പക്കാരാണ് എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴും എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ പരിപാടിക്ക് ഞാൻ കൽപ്പിക്കുന്ന പ്രാധാന്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഇനിയും ശ്രീ വിനോദുമായി ചേർന്ന എനിക്ക് ഇനിയും പരിപാടിയുണ്ട്. ക്രിസ്മസ് ആഘോഷമുണ്ട്. ശ്രീ അൽഫോൺസിന്റെ ഒരു സംഗീത പരിപാടി, അതാണ് ഏറ്റവും അവസാനമുള്ള ഒരു പരിപാടി. ഞങ്ങൾ എല്ലാവരും ഉള്ള പരിപാടിയാണ്. എന്നോട് ശ്രീ വിനോദ് ചോദിച്ചത് വേറെ നമ്മൾ ഇരുന്ന പരിപാടി എന്തായിരുന്നാണ്. അത് വേറെ ഒന്നുമില്ല, രൂപകൽപ്പനയുള്ള നഗരം, സിറ്റി ഓഫ് ഡിസൈൻ എന്ന നിലയിലേക്ക് കൊച്ചിയെ മാറ്റുന്നതിന് വേണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഡയറക്ടർ ഉൾപ്പെടെ പങ്കെടുത്ത് ഞങ്ങളൊരു വലിയ മീറ്റിംഗ് ഉച്ച വരെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ പോസ്റ്റ് ഞാനായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പരിപാടി, ഞാൻ സംഘാടകനായ ഈ സിറ്റി ഓഫ് ഡിസൈനിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയേക്കാൾ കൂടുതൽ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ എന്റെ 10-12 പരിപാടികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്ന പരിപാടി ശ്രീ IV ശശി അനുസ്മരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായി ഞാൻ ആരാണ് എന്നുള്ളതല്ല പ്രശ്നം. അതിനർത്ഥം ഈ നഗരം ശ്രീ IV ശശിയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഈ തൊട്ടപ്പുറത്തെ കവിതാ തിയേറ്ററിൽ, അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് എനിക്കിപ്പോ ദിക്കുമാറിപ്പോൾ, ആ തിയേറ്ററിലാണ് സ്കൂൾ വിദ്യാർത്ഥി, കോളേജ് വിദ്യാർത്ഥിയൊക്കെ. ഞാൻ പണ്ട് CB ബാലൻ സാറോട് ഇരിക്കുമ്പോ ഞാൻ പണ്ട് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ പറഞ്ഞിട്ടുണ്ട്, സരിത തിയേറ്ററിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ചാടി കിരീടം സിനിമ കാണാൻ വേണ്ടിയുള്ള ചാട്ടത്തിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മൃഗയെ കാണാൻ, അതുപോലെ 1921 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ കവിതാ തിയേറ്ററിലാണ് അത് കണ്ടത്. കാരണം അത് ചരിത്രവുമായി ഒരു ബന്ധമുണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധമുണ്ട്. മുമ്പിൽ നമ്മുടെ എല്ലാം സീമ ചേച്ചിരിക്കുന്നു. അപ്പൊ അവളുടെ രാവുകൾ മുതൽ ആ പാട്ട് വരെ നമ്മുടെ മനസ്സിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന IV ശശി സിനിമകൾ ഒരിക്കലും ഒരു ആസ്വാദകൻ മറക്കാനാവില്ല. ആ ആസ്വാദകരുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ യാതൊന്നുമില്ലാത്ത ഒരു സാധാരണ ആസ്വാദകൻ മാത്രമാണ് കൊച്ചിയുടെ മേയർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഇവിടെ ഈ സെൻട്രൽ സ്ക്വയർ മാളിൽ ആണെങ്കിൽ പോലും ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന്റെ മുന്നിൽ നിന്ന് ഈ നഗരത്തിന് വേണ്ടി ശ്രീ IV ശശിയെ അനുസ്മരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതുപോലെയുള്ള സംവിധായകർ നമുക്ക് അപൂർവമായി മാത്രമേ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. ആ മലയാള സിനിമയുടെ IV ശശിയെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് സംഭാവന ചെയ്ത സിനിമകളുടെ ഒരു അഭിമാനത്തിലാണ് നമ്മളെല്ലാവരും മലയാളികളാണ് എന്ന നിലയിൽ അഭിമാനിക്കുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ സ്മരണകളിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായും എത്ര കാലം കഴിഞ്ഞാലും ആ ഓർമ്മകൾ ജീവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആദ്യം ക്ഷണിച്ചത്, പരിപാടിയുടെ സംഘാടനത്തിന്റെ ഭാഗമായി ക്ഷണിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആദ്യം സംസാരിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. സംഘാടകരെ ആത്മാർത്ഥമായി ഇക്കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിൽ, ഒരു താല്പര്യമെടുത്തതിൽ അവരെ വളരെ ആത്മാർത്ഥമായി അവരെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നു. സദസ്സിലെ ആദരണീയരും മാന്യരുമായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓരോ പ്രസംഗത്തിൽ മുതൽ ഔപചാരികതയുടെ പേരിലാണ് എന്റെ ആശംസ പ്രസംഗിക്കുന്നത്. നമുക്കറിയാം, മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു വിസ്മയം തീർത്ത സംവിധായകനാണ് IV ശശി. ഒരു കലാസംവിധായകനായി ചലച്ചിത്ര ലോകത്ത് കടന്നു വരികയും ഏകദേശം 110ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും അതിലെ ഭൂരിഭാഗം ചിത്രങ്ങളും മലയാളികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും ചെയ്ത മഹാനായ കലാകാരനെ മാപ്പിയുടെയും FCCEയുടെയും നേതൃത്വത്തിൽ അനുസ്മരിക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ചുരുക്കലിക്കുന്നുണ്ട്. നമുക്കറിയാം, TV ചാനലുകളും ജോഗ്രഫിക്കൽ ചാനലുകളൊന്നും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ മലയാളികളെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് അമേരിക്ക എന്ന ചിത്രത്തിലൂടെ. ഞാനെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ സിനിമ കാണാൻ എന്തും തിയേറ്ററിൽ പോയ കാര്യം നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ആ വെള്ളച്ചാട്ടമെല്ലാം ഒരു പാട്ടായി മലയാളികളുടെ മനസ്സിലേക്ക് കടത്തി വിട്ടത് IV ശശി എന്ന അനുഗ്രഹീത ആ ഒരു കലാകാരന്റെ ഭാവനാപരമായ സൃഷ്ടിയാണ്.
ബഹുമാനായ മമ്മൂട്ടിയെയും ഇവിടെ സദസ്സിലിരിക്കുന്ന ഐ വി ശശിയുടെ പ്രിയപ്പെട്ട സീമയെയും മോഹൻലാലിനെ വരെ ഒരു നായകനാക്കി മാറ്റുകയും ചെയ്തത് ഐ വി ശശിയുടെ ഒരു വലിയ കലാകാരൻ സംവിധായകൻ. തീർച്ചയായും അങ്ങനെയുള്ള അനശ്വര സിനിമാ ലോകത്ത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ദേശി ഡാനിയൽ അവാർഡ് വരെ കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരനെ ഇന്ന് കുറിച്ച് ആദരിക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ആ അനുസ്മരണ ചടങ്ങിൽ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞ സന്തോഷം ഞാൻ രേഖപ്പെടുത്തി. എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നൽകുന്നു. നമസ്കാരം. ഇന്ന് ഈ ഒരു ചടങ്ങിൽ നമുക്കൊരു മഹനീയ സാന്നിധ്യമുണ്ട്. മറ്റാരുമില്ല, നമുക്ക് പ്രിയപ്പെട്ട ശ്രീ മാനന്ദം സാർ. ഒരു ലഘുചിത്രം അദ്ദേഹത്തിന്റെ കാണാം. ഹൃദയ സരസിലേ പ്രളയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയും. മഹാഭാഗ്യം ശ്രീകുമാരൻ തമ്പി സാറിന്റെ സാന്നിധ്യം. ഞാൻ വളരെ ആദരപൂർവ്വം ശ്രീകുമാരൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ വിനോദ് MLA. വളരെ നന്ദി. സദസ്സിലുള്ള എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ അഭിവാദനം. ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ടി വരും എന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ഒരു എക്സ്പേർട്ട് പ്രഭാഷണം ചെയ്യേണ്ടവരാണ് കാലത്തിന്റെ മുമ്പിൽ ഞാൻ തികഞ്ഞ വിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. കാലം തെറ്റ് ചെയ്തു. നമുക്ക് നിസ്സഹായരായ നമുക്ക്, പാവങ്ങളായി നമുക്ക് തിരുത്താൻ കഴിയാത്ത തെറ്റില്ല. ഈ ഫ്രണ്ട്സ് ക്രിക്കറ്റ് കമ്പനി ഞാൻ കൂടി ഉൾപ്പെടുന്ന പാർട്ടിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഉത്സവം നടത്തിയത് നമ്മൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്. സൂപ്പർ താരങ്ങളുടെ മുമ്പിൽ നമസ്കരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സംവിധായകൻ യഥാർത്ഥ സംവിധായകനല്ല. യഥാർത്ഥ സംവിധായകൻ അവന്റെ കഴിവ് കൊണ്ട്
സ്വന്തം അസ്തിത്വം തെളിയിക്കുന്നതാണ്. അങ്ങനെ തെളിയിച്ചതിന് ശേഷമാണ് ഐ വി ശശി താരങ്ങളെ സൃഷ്ടിച്ചത്. അതിൽ ഐ വി ശശി ഒന്നാമത് സ്ഥാനത്താണ് നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്ത്. കാരണം കവിയും എഴുത്തുകാരനും ഒക്കെയായി ഞാൻ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ഒരു ചിത്രം സ്വന്തമായി നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അന്ന് എനിക്ക് 33 വയസ്സാണ്, 33 വയസ്സ്. ചന്ദ്രകാന്ത് എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ എനിക്ക് 33 വയസ്സാണ് പ്രായം. അന്ന് അന്നത്തെ ഏറ്റവും വലിയ നായകനായ പ്രേംനസീറിനെയാണ് സമീപിച്ചത് അഭിനയിക്കാൻ. എന്താ കാര്യം? ഞാൻ ഐ ശശിയെ പോലെ മികച്ച സംവിധായകനല്ല. പ്രേംനസീറിനെയാണ് സമീപിച്ചത്. ഞാൻ വളരെ സംവിധാനം ചെയ്യാൻ പോകുന്നു, അഭിനയിക്കണം എന്ന് പറയുന്നത്. പ്രേംനസീറിനെ അഭിനയിച്ചു. വേണ്ട, കയ്യിലുള്ള പൈസ കളയണ്ട എന്ന് പറഞ്ഞു. അത് വേറെ കഥ, എന്നെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഐ വി ശശി ആദ്യം ചെയ്ത ഉത്സവം എന്ന സിനിമയിൽ പ്രേംനസീർ ഇല്ല, മാത്രവുമില്ല. KP ഉമ്മർ അന്ന് എല്ലാ സിനിമകളിലും ബലാത്സംഗം ചെയ്യുകയും നായികയെ ദ്രോഹിക്കുകയും ചെയ്യുന്ന വില്ലനായി അഭിനയിച്ചുകൊണ്ടിരുന്ന KP ഉമ്മറിനെയാണ് പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചത്. എന്തൊരു ധൈര്യമാണ്! ആ ധൈര്യത്തെ നമ്മൾ വാഴ്ത്തണം. ആ ധൈര്യമുള്ള ഒരേ ഒരു സംവിധായകൻ അനീശയായിരുന്നു. അവളുടെ രാവുകൾ എന്ന സിനിമയിൽ അനുകൂലനെ എനിക്ക് സീമ അറിയാം. അന്ന് സീമ ശാന്തിയാണ്. എന്ന സിനിമകളിൽ സംഘനൃത്തത്തിൽ സീമ നൃത്തം ചെയ്തിട്ടുണ്ട്. 250 രൂപയാണ് പ്രതിഫലം സംഘനൃത്തം ചെയ്യുന്നതാണ്. 250 രൂപ. ഒരു പടത്തിന് 2 ലക്ഷം മതി. മൊത്തം ഒരു പടത്തിന് 2 ലക്ഷം മതി നിർമ്മിക്കാൻ. അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അക്ഷയപാത്രം എന്ന സിനിമ ഞാൻ നിർമ്മിക്കുന്ന സിനിമ. അപ്പോഴെനിക്ക് വയസ്സ് 37. അപ്പോഴൊരു 19 സിനിമ ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പൊ അക്ഷയപാത്രം എന്ന സിനിമയിൽ പ്രേംനസീറും ലക്ഷ്മിയുമാണ് നായകനും നായികയും. അതിന് സംവിധായകൻ ശശികുമാർ സാറാണ്. ശശികുമാർ സാർ അന്ന് വേറൊരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒരേ സമയം 3 പടം സംവിധാനം ചെയ്യുന്ന ആളാണ് ശശികുമാർ സാർ. എനിക്കറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്ന് മറ്റേ പടത്തിൽ ഷൂട്ടിംഗ് ആണ്, ഈ പാട്ട് ഒന്ന് മുന്നേറിച്ചു. ഞാൻ എഴുതിയ പാട്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നിർമ്മാതാവാണെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ ശശികുമാർ സാറിന്റെ മകനക്കാരനായിട്ട് KR വിജയന്റെ സ്വന്തമായിരുന്ന ഒരു തോട്ടമുണ്ട് ഓരൂരിനടുത്ത് മദ്രാസ്. അവിടെ ഒരു പാട്ടെടുക്കുകയാണ്. അപ്പൊ 10-12 സുന്ദരികളായ നർത്തകികൾ നിലനിൽക്കുകയാണ്. ഈ മാധവൻ ആണ് നൃത്ത സംവിധായകൻ. അദ്ദേഹത്തിന്റെ സഹായി മാധുരി എന്നൊരു നർത്തകയാണ്. വളരെ പ്രശസ്തമായ മാസ്റ്ററായിരുന്നു ഈ മാധവൻ. അപ്പൊ ഈ 10-12 പെൺകുട്ടികൾ നിൽക്കുന്നു. അപ്പൊ ഈ പാട്ട് പാടുന്നത് ലക്ഷ്മിയെ കളിയാക്കി പാടുന്ന പാട്ടാണ്. മധുരമുള്ള നമ്പരം തുടങ്ങി മന്മഥന്റെ നർത്തനം തുടങ്ങി നായികയെ കളിയാക്കി. എന്റെ നെസ് വേഷത്തിലാണ്. കാരണം നായിക നെസ്സാണ്, ലക്ഷ്മി നെസ്സാണ്. ബാക്കി എല്ലാ നെസ് ഈ ലക്ഷ്മിയെ നെസ് ഡോക്ടറെ പ്രണയിക്കുന്നു. ഡോക്ടറെ ഭർത്താവായി കിട്ടാൻ പോകുന്ന ശാരദ മുതൽ ശാരദ, ഷീല, KR വിജയ അങ്ങനെ തുടങ്ങി ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള നായികമാരെ കുറിച്ചൊരു പരമ്പര മാതൃഭൂമിയുടെ ഗ്രഹലക്ഷ്മി എന്ന ഫോർമാറ്റിൽ ഞാൻ എഴുതി. സീമയെ കുറിച്ചും എഴുതി. അതും ഇതും ആദ്യമായി ഞാൻ സീമയെ കണ്ട ഈ മുഹൂർത്തത്തെ കുറിച്ച് എഴുതുന്നുണ്ട്. സീമയുടെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഐ വി ശശി കേട്ട് സീമയിൽ പോയെന്ന് ചോദിക്കരുത്. കാരണം സീമ ഐ വി ശശി ഭാഗമാണ്. രണ്ടുപേരും ഒന്നിലാണ്. അപ്പോൾ സീമയുടെ പ്രത്യേകത എന്താണ്, സീമയുടെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ മഹത്വം തന്നെ പറയും. അതിലെ സീമ നായികയായി. കാരണം ഐ വി ശശി എന്ന ചെറുപ്പക്കാരൻ ഒരു സംഘം നർത്തകിയെ തന്നെ നായികയാക്കി സിനിമ എടുത്തു. അതാണ് അവരുടെ കാവ്യം. ഉത്സവത്തിൽ ചെയ്ത അതേ അത്ഭുതം.
അവളുടെ രാവുകൾ എന്ന സിനിമയിൽ ഐ ശശി ആവർത്തിച്ചു. അങ്ങനെ അവളുടെ രാവുകൾക്ക് സീമ വന്നു. സീമ വന്ന ഫലം എങ്ങനെയാണ്? വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞവര് വെറുതെ ഫലമായിരുന്നില്ല. വന്നു കണ്ടു കീഴടക്കി. അന്നത്തെ ടോപ്പ് ഹീറോയിൻസിന്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ എന്റെ ഗാനം എന്ന സിനിമയിൽ ലക്ഷ്മിയും സീമയുമായിരുന്നു നായികൻ. കാരണം ഞാൻ സിനിമയെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു നർത്തകിയായിട്ടാണ്. കാരണം ഇത്രയും മനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു നടിയെ ഞാൻ തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിയ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ പാട്ടുകാരിയായ ലക്ഷ്മിയും നർത്തകിയായ സീമയും ഇതായിരുന്നു എന്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ പോകുന്നു. ഐ ശശിയെ വിളിച്ചു. ലക്ഷ്മി അവരുടെ വീട്ടിൽ പോയി. നിർമ്മാതാവ് നിലയിൽ ഞാൻ ഇപ്പോഴും വീഡിയോയിൽ പോകും. അല്ലാതെ ഞാൻ നായികമാർ വീഡിയോയിൽ പോകാറില്ല കേട്ടോ. നിർമ്മാതാവ് നിലയിൽ അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ മാത്രമേ ഞാൻ നായികമാരുടെ വീഡിയോയിൽ പോയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ഐ ശശി വീട്ടിൽ പോയി. ശശിക്ക് വളരെ സന്തോഷമായി, സീമയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുക്കാറായി. ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു മാസമുള്ളപ്പോൾ ശശി എന്നെ വിളിക്കുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്. സീമയെ നർത്തകിയായിട്ടല്ലേ തമിഴ്സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ സീമ ഗർഭിണിയാണ്. ഗർഭിണി നൃത്തം ചെയ്താൽ അത് പൊട്ടിക്ക് ദോഷമാണ്. അങ്ങനെയാണ് സീമയ്ക്ക് പറഞ്ഞ പൂർണിമ കേരളം എന്ന നിലയിൽ ഞാൻ ആ ചിത്രത്തിലെ രണ്ടാമത്തെ നായികയാക്കുന്നത്. പക്ഷേ ഞാൻ കൊടുത്ത അഡ്വാൻസ് ചെക്ക് തിരിച്ചു തരാൻ ശശി പറഞ്ഞപ്പോ ഞാൻ വേണ്ട. കാരണം സീമയ്ക്ക് കൊടുത്ത അഡ്വാൻസ് ഒരിക്കലും ഞാൻ തിരിച്ചു വാങ്ങുകയില്ല. എന്തെങ്കിലും വീണ്ടും സീമ അഭിനയിക്കുകയാണെങ്കിൽ, പ്രസവം കഴിഞ്ഞ് അഭിനയിക്കുന്നു തുറന്ന് പറയാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സീമ അഭിനയിക്കുകയാണെങ്കിൽ എന്റെ ഒരു പടത്തിൽ സീമ അഭിനയിക്കും. അപ്പൊ ഗാനം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശശിയെയും സീമയെ കണ്ടു. എനിക്കും ഒരു ദിവസം ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു വില്ലൻ വേഷങ്ങൾ കെട്ടിയിരുന്ന നമ്മുടെ മോഹൻലാൽ എന്ന നടൻ ആദ്യമായി ഒരു റൊമാൻറ്റിക് റോൾ ചെയ്ത സിനിമയാണ് എനിക്കും ഒരു ദിവസം. അതായത് വർഷം 1982. അന്ന് എനിക്ക് വയസ്സ് 42, മോഹൻലാൽ വയസ്സ് 22. മോഹൻലാൽ വയസ്സ് 22. കേരള തോട്ടത്തിൽ സീമയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുക ആദ്യമായി. ഷോർട്ട് റെഡിയായി. അപ്പോ ഒരു പരിധി മോഹൻലാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ചമ്മലുണ്ടല്ലോ, ചമ്മി ഒരു ശരി എല്ലാവർക്കും ഇഷ്ടമാണ്. മോഹൻലാലിന്റെ അടുത്തേക്ക് വന്നു. സാർ, ഇവരെന്ത് വലിയ ആർട്ടിസ്റ്റ് അല്ലേ സാർ? സീമയൊക്കെ ഇവരുടെ കൂടെ ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്നു, എനിക്ക് ധൈര്യമില്ല സാർ. അപ്പോ ഞാൻ അതിനോട് പറഞ്ഞു, അതെ നീ ഒരു കാര്യത്തിൽ വളരെ വലിയ നടനാണ്. കാരണം അതിന്റെ സ്പാർക്ക് ഇപ്പോൾ തന്നെ ഞാൻ കാണുന്നത്. ഞാൻ കുറെ കാലമായി സിനിമയിൽ. ഒരിക്കൽ മലയാളത്തിൽ ഏറ്റവും വലിയ നടനായി മോഹൻലാൽ മാറും. ചിലപ്പോൾ എനിക്ക് പോലും കാശ് കിട്ടാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് മോഹൻലാൽ വീഴും. ഞാൻ പറഞ്ഞതാണ്, ഞാൻ വലിയ ഷോമാൻ നമ്മൾ പറയുന്ന ആൾക്കാരുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, a director is known by his last film. ഒരു സംവിധായകൻ ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ അവസാനത്തെ ചിത്രത്തിന്റെ ആയിരിക്കും. ഇതൊരിക്കൽ ഞാൻ ശശിയോട് പറഞ്ഞപ്പോൾ ശശി എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഏത് ചിത്രം ലാസ്റ്റ് ചിത്രമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് എനിക്ക് വെപ്രാളം. ശശിയുടെ പറഞ്ഞ വെപ്രാളം എന്റെ വെപ്രാളം. ശശിയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാം, ശശി എപ്പോഴും വെപ്രാളം, എപ്പോഴും വെപ്രാളമാണ്.
അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു, അവിടെ ഇരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഒരു അടങ്ങിയിരിക്കുന്ന സംവിധാനം കാണാൻ സാധ്യമല്ല. ആർട്ടിസ്റ്റ് അടുത്ത് പോകുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, അവിടെ പെട്ടെന്ന് അറേഞ്ച്മെന്റ് മാറ്റി ശരിയല്ല, മാറ്റേണ്ടത് അങ്ങോട്ട് നീക്കാറുണ്ട്. അതിന് ഇത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു സംവിധായകൻ, ചെറിയൊരു മനുഷ്യൻ, എന്നേക്കാൾ ചെറിയ മനുഷ്യൻ. എന്നോടൊക്കെ പറയുന്നത് ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കും. നമുക്ക് നൂറിലേറെ സിനിമകൾ മലയാളത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദിയിലും തമിഴിലും ഒക്കെ അനവധി സിനിമകൾ ചെയ്ത ഒരു മഹാനായ സംവിധായകൻ താരതമ്യേന പിന്മറക്കാൻ സ്വപ്ന സിനിമ സംഭവിച്ചില്ല എന്നുള്ളത്. ചേട്ടൻ്റെ ആ സാക്ഷാത്കരിക്കപ്പെടാത്ത ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് അതിനകത്തെ സംസാര പറഞ്ഞതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയെടുത്തിട്ടാണ് ചേട്ടൻ സാധിക്കുന്നത്. ചേട്ടനോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് കുട്ടപ്പനാണെങ്കിലും വിദ്യാർത്ഥിനായാലും ജോണി കുട്ടപ്പൻ സാറിന് ഒരു കിട്ടിയതുകൊണ്ട് ഒരു കാര്യം പെട്ടെന്ന് ഓർക്കുകയാണ്. അത് മലയാള സിനിമയിൽ പണം ഉണ്ടാകും. ജിയോയുടെ അവിടുന്ന് കണക്ക് പറഞ്ഞാൽ പണം വാങ്ങാറില്ല. കാരണം ആ ബാങ്കിൽ നിന്നും എപ്പോൾ ചോദിച്ചാലും പണം കിട്ടുന്ന ഒരു നിർമ്മാണം. എന്തെങ്കിലും ഒരു 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. പ്രിപ്പയർ ചെയ്യാതെ പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് എന്ത് വരുന്നു അതങ്ങോട്ട് പറഞ്ഞേക്കാം. ഇതാ ഇവിടെ വരെ ആ ഒരു സിനിമയുടെ റഷസ് കണ്ടിട്ട് ഞാനും ദേവരാജ് മാഷുകളെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ മാഷ് പറഞ്ഞപ്പോൾ കൊള്ളാലി പയ്യൻ. അപ്പൊ മാഷ അതിന്റെ മ്യൂസിക് ചെയ്യുന്നത് ഒരു പടം എടുക്കാന്ന് പറഞ്ഞു. അപ്പം ചെയ്യാമല്ലോ. പിറ്റേ ദിവസം ശശിയെ കൂട്ടി കറാൻ മാഷന്റെ വീട്ടിൽ വരുന്നു. ഞാൻ ചില വർത്താനം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ശരി ഒരു പടം ചെയ്യാം. ഞാനൊരു ത്രെഡ് പറഞ്ഞു സിനിമയുടെ, ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യും, ആരെ കൊണ്ട് എഴുതിക്കുന്നത് ആലപ്പുഴ ഷരീഫിനാളുണ്ട്, അയാളെ വരുത്തി ഡിസ്കസ് ചെയ്തു. അതായിരുന്നു ഇനിയും പുഴ എഴുകും എന്നുള്ള ശശിയുടെ ആദ്യത്തെ പടം. അതിനുശേഷം ഒത്തിരി പടങ്ങള് ശശി ചെയ്തു. എനിക്ക് തന്നെ 10 പടം ചെയ്തു. എല്ലാം ഒന്നിൽ നിന്നും വ്യത്യസ്തമായ പടങ്ങളാണ്. ശശിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അവനൊരു വലിയ ടെക്നീഷ്യനാണ്. ഇവിടെ സംഘടിപ്പിച്ച മാറ്റാൻ വളരെ അഭിനന്ദനം അറിയിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമെന്ന് വെച്ചാല് ഈ അവസാന ശശിയേട്ടൻ ഈ ഇപ്പം തമ്പി സാർ പറഞ്ഞ കാലഘട്ടത്തില് തിരുവനന്തപുരത്ത് വരികയും ഈ അവാർഡുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു അവാർഡിന്റെ ജൂറിയായിട്ടൊക്കെ സാറ് വന്ന സമയത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും സാറിനുള്ള ഒരു ആരാധന കൊണ്ട് സാറിന്റെ അടുത്ത് പോയി വൈകുന്നേരം ഇരുന്ന് രാകേഷും ഉണ്ടാവും. അങ്ങനെ സാറ് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. അപ്പോ ചെറുപ്പത്തിൽ മുതൽ വളരെ ആരാധനയാണ് സാറിനോട്. കാരണം ഞാൻ കണ്ട അത്ഭുതം സൃഷ്ടിച്ച ഒരാളാണ് ശശി സാർ. അപ്പൊ ശശിയേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഇവിടെ ചരിത്രങ്ങളിൽ ഇല്ലാത്ത കാര്യം വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് ആദ്യത്തെ സിനിമാസ്കോപ്പ് ശരിക്കും പറഞ്ഞാൽ അത് ശശിയേട്ടൻ തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ പക്ഷെ വന്നത് പെട്രോളിയം ആണെങ്കിലും ഷൂട്ട് ചെയ്തത് ആ സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രം. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയ കാര്യമുണ്ട്. ശശിയേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ആദ്യം സംവിധാനം ചെയ്ത സിനിമയിൽ പുള്ളിയുടെ പേരില്ല. പുള്ളി ആദ്യം സംവിധാനം ചെയ്ത സിനിമ അതിൽ ശശിയേട്ടൻ പേരില്ല. അതില്ലാതെ അടുത്ത സിനിമയാണ് ഉത്സവം എന്ന് പറഞ്ഞ സിനിമയിലാണ് പേര് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തില് പോയിട്ടുള്ള ഒരു കാര്യം, ഒരു പാട്ടുകൾ, അപ്പൊ ശശിയേട്ടന്റെ പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റാണല്ലോ, എല്ലാ സിനിമകളിലും ഹിറ്റാണ്. അപ്പൊ അങ്ങനെ ഓരോ പാട്ടുകളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ശശിയേട്ടൻ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഷൂട്ട് ചെയ്യാൻ തന്നെ സമയമില്ല. ഓരോ സിനിമയുടെയും ഡബിൾ പോസിറ്റീവ് ആകുമ്പോൾ കെ നാരായണ സാറാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നാരായണ സാറിനെ ഏൽപ്പിച്ചിട്ട് പോവും, തിരിച്ചു പോവും, റെക്കോർഡ് ചെയ്യണം, ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോപ്പി കാണുക, ഇതെല്ലാം ഇതിന്റെ ഇടയിൽ നടക്കുക. 15 സിനിമകൾ വരെ ഒരു വർഷം ചെയ്യുക എങ്ങനെ സാറ് ചെയ്തു എന്ന് ചോദിച്ചു പറഞ്ഞു. നല്ല
നമുക്ക് ഉള്ളിൽ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും വരും. നല്ല നല്ല പാട്ടുകൾ കിട്ടും. ഈ കൂട്ടത്തിൽ ശക്തിയായിട്ടുള്ള ഒരു ബന്ധം ഉള്ള ഒരു കഥാപാത്രം ജനാർദ്ദൻ കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കുന്നു. ശശി ആ ഡയറക്ടറിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു പടം ശശി ഈ സിനിമയിൽ മദ്രാസിലെ ജില്ലാ അയൽവക്കാരായിരുന്നു. പക്ഷെ ഇത് പറയുമെങ്കിലും 20 കൊല്ലത്തിനടുത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാരണം ശശി ഒരു സിനിമയിലെ 80 അവേഴ്സിലും ഷൂട്ടിംഗ് സ്ഥലത്തായിരിക്കും. ഞാൻ ഒരു 8 മണിക്കൂറോട് പഠിക്കുന്ന തയ്യാറല്ലാത്തൊരു വാർത്തയാണ്. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഞാനും നെക്സ്റ്റായിട്ട് അദ്ദേഹം മദ്രാസിൽ നിന്ന് കേരളത്തിൽ താമസമാക്കിയതിലേക്കും ഒരേ ഒരു തവണ ഇത്രയെങ്കിലും പഠനത്തിലുള്ള നല്ല പഠനത്തിലുള്ള ഒരു ഇന്ത്യൻ സംവിധായകനുണ്ടോ എന്ന് അതിനുശേഷി ഇവിടെ പതിനാറ് ഇത് 100 വയസ്സിൽ ശശി എല്ലാ പ്രശസ്തനായ അതായത് 1920 ആദ്യത്തെ എവിടെയാണ് ചാൻസ് തെളിയിച്ചത്? എന്റെ ജ്യേഷ്ഠ സഹോദരി മറ്റൊരു പോകാറുണ്ട്. അന്നത്തേതാണ് കത്ത് ഈ സിനിമ അവതരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചെറിയ ഭാരതഭാഗം നാടകങ്ങളും അതുപോലെ സിനിമയിൽ അവരെ സമയത്ത് താമസിക്കില്ല. അങ്ങനെ ഒരുപാട് സംസാരിച്ചു. ആ സമയത്ത് ചെറിയ അന്വേഷിച്ചു. തൊട്ടടുത്ത വീട്ടിലാണ് സുഭാഷ് സുഭാഷിനകത്ത് കാളിദാസ് ആ ഒരു ആദ്യത്തെ കാഴ്ചയെ കണ്ട് പറഞ്ഞു ഇപ്പോൾ അതെല്ലാ ദിവസവും അനുഭവിക്കുന്നു. ഏതായാലും എല്ലാവരും പറയുന്നത് ഉത്സവം കൂടുതലായി പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാ സംഭവങ്ങളും അറിയാവുന്ന ആ സമയത്ത് നമ്മൾ ആ കൊടുത്താൽ
വിനോദം IV ശശി എന്ന് പറയുന്ന സംവിധായകനെ പറ്റി പറയാൻ എനിക്ക് എന്താണ് പറയേണ്ടത് രൂപം കിട്ടുന്നില്ല. കാരണം സിനിമയെ ജീവശ്വാസമായി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. സിനിമയല്ലാതെ അദ്ദേഹത്തിന്റെ വായിക്കുന്ന ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം സംവിധായകനാണ് 1975 അവസാനം. എന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ എൻ്റെ കയ്യൊപ്പുറ കണ്ട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അങ്ങനെ അപ്രേമിക്കാൻ കണ്ട് സംസാരിച്ചു. നീ എന്നെ കൂടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അസോസിയേറ്റ് ഉത്സവം എന്ന സിനിമ ആദ്യത്തെ അസോസിയേറ്റ് ഞാൻ അങ്ങനെ ഭാഗ്യമില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു സിനിമയായിരുന്നു അനുഭവം. ആ 2 സിനിമകൾക്കും അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് വായിക്കുന്നത്. അതോടൊപ്പം എൻ്റെ വർക്കെല്ലാം കണ്ട് ഈ ഉത്സവം സിനിമ തുടങ്ങാനായിട്ട് ഒരുപാട് കാരണം അതിന് പ്രൊഡ്യൂസറെ അന്വേഷിച്ചോട്ട് ഞാൻ ഇദ്ദേഹം കൂടെ പ്രൊഡ്യൂസർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉർവശി പാർട്ടി ജ്ഞാനത്തിന്റെ വ്യക്തി 6000 രൂപയും കൊണ്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. കാരണം ഉർവശി പാർട്ടി ആളെ കാണുന്നത് അദ്ദേഹത്തിന്റെ കാശില്ല. അവസാനം അദ്ദേഹത്തിന്റെ കോഴിക്കോട് തേജിത്തപ്പം തിയേറ്റർ വിട്ടിട്ട് ആ തിയേറ്റർ കടവാക്കിയെല്ലാം ചെയ്തിട്ട് ബാക്കി 6000 രൂപ കൊണ്ടാണ് സിനിമ എടുക്കാൻ കഴിയും. ഉത്സവം സിനിമ അതെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രൊഡ്യൂസറെ കിട്ടിയ സംഭവത്തിൽ ഞാൻ പക്ഷേ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് യാതൊരു മാർഗവുമില്ല. സാമ്പത്തിക ശേഷിയില്ലാത്ത എങ്ങനെ കൊണ്ടുപോകാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജഗദൂർ സാർ എന്ന റിവ്യൂ വെച്ച് നമ്മൾ ജഗദൂർക്കയുടെ സഹായികളുടെ മാത്രമെന്ന സിനിമ ജഗദൂർക്കയുടെ ഞാൻ വൈകിട്ട് ജഗദൂർക്കയായിട്ട് സംസാരിക്കും. 500 രൂപ അവിടുന്ന് ജഗദൂർക്ക 500 രൂപ വിദ്യാഭ്യാസം നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. 250 2 മൂന്ന് സിനിമ ചലനെല്ലാം കൂടെ അതിന്റെ കാലഘട്ടം അങ്ങനെ ഉത്സവം ആരംഭിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ പടം തീർത്ത് പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ ആഗ്രഹിക്കും. ആ സമയത്ത് അതിന് മുന്നായിട്ട് തന്നെ IV ശശി എന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരുപാട് നന്നായിട്ട് വരയ്ക്കുകയും വീട്ടിലെല്ലാം ചെയ്തു. നിങ്ങൾക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്ത് തുടങ്ങിക്കൂടെ? കാരണം ഉത്സവം തുടങ്ങാൻ സമയമെടുക്കും. ആ സമയത്ത് വീണ്ടും അസോസിയേറ്റ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അത്രയും തിരക്കായിട്ട് എന്തായാലും ഈ ആൽബം ഉത്സവത്തിന്റെ ആൽബം കൊണ്ട് ഇതിന് ഡിസ്ട്രിബ്യൂഷൻ വേണം. അപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബന്ധപ്പെട്ടില്ല. കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം എന്നെ അറിയാം. ഞാൻ ഈ ആൽബം ഞാനും ഇദ്ദേഹവും കൂടെ ഈ ആൽബം തോന്നുന്നുണ്ട് പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് ചെല്ലുമ്പോൾ താമസിക്കാലും ആരാണ് കേൾക്കുമ്പോഴാണ് അതെ അത് നമുക്ക് തെളിവില്ല. നിരാശരായിട്ട് ഞങ്ങൾ മടങ്ങി അവസാനം ചെരുപ്പെല്ലാം തേങ്ങോളും ചെരുപ്പ് വയ്ക്കാനുള്ള കാഴ്ച അത് അത്ര ഒരു അവസ്ഥയിലാണ് നമ്മൾ. പക്ഷെ IV ശശി എന്ന വ്യക്തിയുടെ ആ മനസ്സിന്റെ അദ്ദേഹം അദ്ദേഹം സിനിമ പിടിക്കുന്ന അദ്ദേഹത്തിന് വ്യക്തമായിട്ടാണ്. അദ്ദേഹം മലയാള സിനിമയിലെ മുടി ചൂടാമെന്നായി സംവിധായകൻ ആ കഴിവിനെ നമുക്ക് അംഗീകരിച്ചു. ഈ ആൽബം വേണ്ട ഉത്സവ സിനിമ വേണ്ടെന്ന് പറഞ്ഞാൽ അതേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 4 വർഷത്തിന് ശേഷം എന്റെ പുറകെ വരാൻ IV ശശിക്കോട്ട് പറഞ്ഞ സിനിമ അനുഭവം ഉണ്ടായിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം ഒരുപാട് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ സംഘാടകനായിട്ട് ഞാൻ കൂടെ അംഗമായിട്ട് മറ്റ് ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളോടും മണ്ണിലിരുന്ന് സിനിമ കാണുന്ന സമ്പ്രദായം അവസാനിക്കുന്നതിന് മുൻപാണ് എന്റെ നാടായ നെടുമുടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെ മങ്കമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു പഴയ ഓലക്കൊട്ടകയിലിരുന്ന് ഉത്സവം എന്ന സിനിമ കാണുന്നത്. ആ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സിനിമയോട് പാഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഭ്രാന്ത് ഉണ്ടാവുമായിരുന്നില്ല. അവിടെ മുതലാണ് സിനിമ എന്റേതും കൂടിയാണ് എന്ന അത്യാഗ്രഹം എനിക്ക് തോന്നി തുടങ്ങിയത്. IV ശശി എന്ന സംവിധായകന്റെ മാജിക് അല്ലാതെ മറ്റൊന്നുമല്ലാതെ. ഇന്നുച്ചയ്ക്ക് ഞാൻ 100ാമത്തെ തവണയായിരിക്കാം ഗോഡ് ഫാദർ എന്ന സിനിമ കാണുകയാണ്. മലയാള സിനിമയ്ക്ക് ഹോളിവുഡിനോടും വലിപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ IV ശശി മലയാളത്തിന്റെ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോള ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും.
എത്ര പ്രതലങ്ങൾ, എത്ര അടരുകൾ അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ട്. എത്ര കഥാപാത്രങ്ങളാണ്. ഒരു കാലത്ത് മഹാറാണി ഹോട്ടലിൽ രാവിലെ ഉണർന്ന മലയാള സിനിമ മുഴുവൻ നിരന്നു നിൽക്കുന്നത് കാണാം. താഴെ ബാക്കിയുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുൻപ് 5:30 മണിക്ക് തൊപ്പിയും വെച്ച് ശശികേട്ടൻ താഴെ റിസപ്ഷനിലുണ്ടാവും. ഇങ്ങനെ നിരന്തരം സിനിമ മാത്രം ശ്വസിച്ച്, സിനിമ മാത്രം ഭക്ഷിച്ച് ജീവിച്ച മറ്റൊരു സംവിധായകനില്ല മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ കാലത്തിന് മുൻപുണ്ടോ എന്നെനിക്കറിയില്ല. ആളുകൾ ഉടുപ്പൂരി വിയർപ്പ് പിഴിഞ്ഞ് ഇടിച്ച് ലാത്തി ചാർജിനെ അതിജീവിച്ച് തിയേറ്ററുകളിലേക്ക് ഇരമ്പി കയറിയ ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച, മലയാളം കണ്ട ഏറ്റവും വലിയ ടെക്നീഷ്യന്മാരിൽ ഒരാൾ IV ശശി. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു സിനിമ എഴുതേണ്ടതായിരുന്നു. എന്നോട് ശശിയേട്ടൻ ഒരു സിനിമ എഴുതണമെന്ന് പറഞ്ഞത് സുവിശേഷ. അദ്ദേഹം ഒരു ദിവസം 96 ഞാനൊരു സിനിമ എഴുതാൻ മദ്രാസിൽ താമസിക്കുമ്പോൾ അനിയൻ കുട്ടി എൻ്റെ അടുത്ത് വന്നു. ഒരു പെട്ടി തുറന്ന് എനിക്ക് അഡ്വാൻസ് എടുത്തു തന്നു. ആ സിനിമ നിർഭാഗ്യവശാൽ നടക്കാതെയും പോയി. അത്രയും വലിയ ഒരു ടെക്നീഷ്യന് വേണ്ടി സിനിമ എഴുതാനുള്ള ഭാഗ്യം എനിക്കും ഇല്ലാതെ പോയി. ശശികേട്ടന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കാരം, പ്രണാമം, നന്ദി. ഞാനവിടെ ബാക്കിൽ നിന്നിട്ട് കുറെ നേരം പ്രോഗ്രാമിൽ കണ്ട് എൻജോയ് ചെയ്തിട്ട് പതുക്കെ ഒരു സ്ഥലം വിചാരിച്ചിരിക്കുന്നു. എനിക്ക് ഇത് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത മാക്കിയുടെയും ഹെക്കയുടെയും പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി എൻ്റെ ഫ്രണ്ട് ഡയറക്ടർ പത്മകുമാറിനോട് തീർച്ചയായിട്ടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അഫ്കോഴ്സ് എനിക്ക് ഇതിനു വേണ്ടി ഇൻസ്പിറേഷൻ തന്ന ശശികേട്ടൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ I was very much touched. തീർച്ചയായിട്ടും കൂടെ ഞാൻ കുറെ നല്ല പണികൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു. പക്ഷെ ഓരോ പണികൾ ചെയ്യുമ്പോഴും എനിക്ക് ഞാൻ സുഹൃത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇത് വളരെയധികം അത് ആ പേടി എനിക്ക് ഫോക്കസ് ചെയ്യാൻ എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെ നാഷണലിലാണെങ്കിലും ഊട്ടിയിലാണെങ്കിലും ഷൂട്ടിംഗ് കഴിഞ്ഞാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ടൈം അങ്ങനത്തെ നിർണ്ണയിക്കും. അപ്പൊ എപ്പോഴും ഒരു സ്കോളിംഗ് രീതിയിൽ ഇവിടെ വാ എന്ന് പറഞ്ഞ് ഒരു ബിഗ് ബ്രദർ ആ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. ഒത്തിരി ഇതിൻ്റെ അടുത്ത് അവാദിപത്തെ പറ്റി മനസ്സിലാക്കാൻ പഠിക്കാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളെ ഒത്തിരി നാളായിട്ട് കാണാതെ ഇരുന്ന ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞങ്ങളൊപ്പം താമസിക്കുന്ന ജോണിയുടെ ഉണ്ട്, കുട്ടപ്പഞ്ചായത്തിലെ NG ജോൺ വിളിക്കുന്ന എന്റെ ആദ്യത്തെ സിനിമ ലൈഫിലെ ഫസ്റ്റ് ഹിറ്റ് ഫിലിം എന്ന് പറയുന്നത് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ മാത്രം എന്ന് പറഞ്ഞ IV ശശിയാണ് ഡയറക്ട് ചെയ്ത ഒരു ഫിലിമായി. അപ്പൊ എനിക്ക് ഒരുപാട് കോപ്പറേഷൻ എനിക്ക് ചാൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും അറിയില്ല. ഒരുപാട് സിനിമ എൻകറേജ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആണ്. ഉള്ളിലെ പേടിയുണ്ട്
നമ്മൾ പോകണം. കോഴിക്കോട് മഹാറാണി ഒന്നും നമുക്ക് മാറ്റാൻ കഴിയും. അങ്ങനൊരു കാല സിനിമയിൽ ഉണ്ടായിരുന്ന 1980 മുതലുള്ള സിനിമക്കാർക്കറിയാവുന്നതാണ്. ഇന്ന് സിനിമ ഇതുപോലെ സംവിധാനങ്ങളില്ല, സംഘടനകളില്ല. സംഘടനകൾക്ക് ഒന്നും പ്രസക്തിയില്ലാതെ സമയമാണ്. നമുക്ക് മുൻപേ പോയൊരു തലമുറയുണ്ടായിരുന്നു. അവർക്ക് കൈപിടിച്ചു കൊടുക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് ചുമതലയുണ്ടെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുള്ള നാക്ക നിർവഹിച്ച വലിയൊരു അംഗീകാരമാണ്. ഇതിലൂടെ നാക്കയാണ് നാക്കൊപ്പം നിന്ന KCC-ക്കും മറ്റ് സ്പോൺസർമാർക്കും ഇതിൻ്റെ മുതിർന്ന ശശിയുടെ അരിമ സന്താനങ്ങൾ എന്ന് വിളിക്കാവുന്ന സംവിധായകർക്കും അമ്മയുടെ പേരിൽ മലയാളത്തിലെ നടീനടന്മാരുടെ പേരിൽ എൻ്റെ ഓർമ്മകൾ, നന്ദി, സ്മരണകളും കൈമാറുന്നു. എനിക്ക് പറയുന്നത് സംവിധാനം സ്നേഹം കൊണ്ട് ശശിക്ക് തിരിച്ചു കൊണ്ടുവരില്ല വീണ്ടും കൂടി. അവർ ഇപ്പൊ ഇന്നത്തെ എല്ലാ ആർട്ടിസ്റ്റും എല്ലാ സൂപ്പർ സ്പീഡുകൊണ്ടും എൻ്റെ ഓർമ്മയിൽ എല്ലാവരും ശശിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും. ഇപ്പോൾ ശശിയേട്ടനെ കുറിച്ച് അറിയുന്നത് ഞാൻ പറയുന്നത് ഇവരുടെ എല്ലാ ഗണന്മാരും ഇന്നിപ്പോൾ പറഞ്ഞ എല്ലാ ഗണന്മാരും ശശിയുടെ ഒരു പ്രാവശ്യം മുന്നോട്ട് കഴിഞ്ഞിട്ട് സ്നേഹത്തോടെ ശശിയേട്ടൻ ഏറ്റവും ദേഷ്യം കൊണ്ടുപോയിരിക്കുന്നത് അത് 2-3 പ്രാവശ്യം കിട്ടുകയും ശശിയേട്ടനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് കാരണം എല്ലാ തരത്തിലും അദ്ദേഹം സംവിധായകനായതിനു മുമ്പുള്ള ചരിത്രവും ആയതിനു ശേഷമുള്ള ചരിത്രവും ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്ന വിടർന്നൊക്കെ ഉണ്ടാവും. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശരിക്കും ഞാനിത് ആവർത്തിക്കുന്ന കാര്യമില്ല. താങ്ക് യു വെരി മച്ച്. വളരെ യാദൃശ്യമായ സ്ഥിതികളാണ് ഇവിടെ നിൽക്കാൻ എന്നെ ഇതാക്കിയത്. ഞാനൊരു തമാശ കളിക്കുന്നുണ്ട്. പഠിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. അതിൽ അംഗമാണ്. അന്ന് അത്യാവശ്യം കെട്ടി നടക്കാനുള്ളത് സൗകര്യമുണ്ടായിരുന്നു. ആദ്യമായി കൂട്ടത്തിൽ കഴിക്കലാണ് നിത്യവസന്തം നിർമ്മാണം ഷൂട്ടിംഗ് കശുമാർ സത്യനാഥി സെക്കൻഡ് ഹീറോ സൗണ്ട് ആദ്യം അത് അഭിനയിക്കാനാണ് ആദ്യം മസാജ് ഒരു 10 മണിക്ക് ചുമ്മാ സ്ഥാനം 2 പടക്കും അഗ്നിമണം കഴിഞ്ഞത്. ആ സമയത്താണ് ശശിയെ ഞാൻ ആരാധന സൂചിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ തമാശിക്കാൻ പറ്റില്ല. ഇതിനൊരു ഓപ്ഷൻ എടുക്കുന്ന കാലവും അന്ന് എനിക്ക് പോണ്ടിച്ചേരി ജോലിയുണ്ട്. അതിനുശേഷം മീൻ നമുക്ക് പടം എന്നത് കുട്ടപ്പൻ സാർ അതിൻ്റെ സംവിധാനം ശശിയാണ്. ആ ഒരു പടമാണെങ്കിൽ മലയാള സിനിമയിൽ നിൽക്കുക.
ഞാനിന്ന് 44 വർഷമായി സിനിമയിൽ വളരെ സന്തോഷം. ആ സിനിമയിൽ തന്നെ സമ്മാനിച്ച ശശിയെ വളരെ അവരോട് ഞാൻ ശ്രദ്ധിക്കുന്നു. കുട്ടപ്രസാദോടും ഈ വേദിയിലുള്ള ഒറ്റയ്ക്ക് സിനിമ അത് ഭയങ്കര ആകർഷണിക്കുകയാണ്. ആദ്യത്തെ സിനിമ സംസ്ഥാന സൈന്യാധിക പിന്നെ വിശ്വനാധികം മുൻജന്മ സുഖം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിനിമ എഴുതാൻ കഴിയും. അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും ദുർലഭം ഏറ്റവും ഭാഗ്യവാനായ നന്ദി, നമസ്കാരം. ശശി ആദരവ് കൊടുക്കുകയാണ്. ചെറിയ സിനിമ ഒരു പക്ഷേ അതിനേക്കാൾ ചില സിനിമ ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഏതാണ്ട് 100-ലേറെ അതിന് പ്രിലിമിനറി സെലക്ഷൻ 55 ഇതിൽ വളരെ ശരീരത്തിനെ അനുസരിക്കുന്ന ഈ സമയത്തിന് എപ്പോഴെങ്കിലും ഉത്ഭവം പ്രതീക്ഷിച്ചു. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഉത്സവം എന്ന് പറയുന്ന സിനിമ ഇറങ്ങി. അതിനുശേഷം ശശി തരംഗം തന്നെ മലയാള സിനിമയിൽ ഉണ്ടായി. പിന്നീട് ഞാൻ സിനിമയിൽ എത്തിയ കാലത്ത് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാര് ശശി എന്നൊരു സംവിധാനത്തെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. അന്ന് ചില ആൾക്കാർ ഇപ്പൊ സിനിമയിൽ സംവിധായകരുടെ പേര് ഞങ്ങൾ ഓർക്കില്ല. അപ്പൊ എന്റെ ഏറ്റവും വലിയ കൗതുകം എന്നോട് വേറൊരു സിനിമ, എനിക്ക് സിനിമയുടെ പേര് ഓർമ്മില്ല, ഇതിന്റെ ശശി ആരെന്ന് ചോദിച്ചു. അത് സംവിധായകന്റെ പേരില്ല. അപ്പൊ സംവിധാനം എന്ന് പറഞ്ഞ പകരം ഇതിന്റെ ശശി ആരാണ്. അപ്പൊ അത്ര മാത്രം സംവിധായകൻ എന്നുള്ള പേരിനൊപ്പം ശശി എന്നുള്ള പേര് ഉറച്ചുപോയ ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളെപ്പോലുള്ള സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറയുന്നത് ശശി ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സംവിധായകനായതിനു ശേഷമാണ് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമ വന്നത്. പക്ഷെ നാടോടിക്കാറ്റ് സിനിമയിൽ വളരെ രസമായിട്ട് സീനുണ്ടെങ്കിൽ പൂക്കാര സ്റ്റേറ്റ് വന്നിട്ട് ശ്രീനിവാസൻ ശശിയായിട്ട് വിളിക്കുന്നത് ശശിയായിട്ട് ഉണ്ടോ എന്ന് വാങ്ങി കൊടുക്കുമ്പോൾ സീമ ചേച്ചി ശശിയായിട്ട് വിളിക്കുമ്പോൾ ശശിയുടെ കണ്ണീരാണെന്ന് പറയുന്ന ഒരു സീൻ നമുക്ക് ഓർമ്മയുണ്ടാവും. സമാനമായ ഒരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ മദ്രാസിൽ സിനിമ പഠിക്കാനായിട്ട് വന്ന് ഒരു പ്രാസം എന്ന് പറയുന്ന കാലത്ത് ഒരു സിനിമ അതിന്റെ അതേ ഇതുകൊണ്ടാണ് സിനിമയിൽ വരുന്നത്. അതിനുശേഷമാണ് സംവിധായകനായി മദ്രാസിൽ എത്തുമ്പോൾ ശ്രീ ബഹദൂറിന്റെ കയ്യിലൂടെ പറയാൻ ശ്രീ ബഹദൂറിന്റെ കത്തുമായി, ബഹദൂറിന്റെ ബന്ധുകൂടിയാണ്, അദ്ദേഹത്തിന്റെ കത്തുമായി ഞാൻ പൂക്കാര സ്ട്രീറ്റിലെ ശശിയേട്ടന്റെ വീട്ടിൽ ചെയ്യണം. അന്ന് ശശിയേട്ടന്റെ വീടിന് മുമ്പിൽ വലിയ ആൾക്കൂട്ടമാണ്. രാവിലെ 7 മണിക്ക് എത്തണമെന്ന് എന്നോട് ബഹദൂർ പറഞ്ഞു. വലിയ ആൾക്കൂട്ടമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ സംവിധാനം പഠിക്കാൻ അഭിനയിക്കാനായിട്ട് ഒരുപാട് പേര്. അപ്പൊ കോളേജിൽ എടുക്കുമ്പോൾ ഞാനും വിചാരിച്ചു തിരുവനന്തപുരത്ത് എനിക്ക് വാതിൽ കൊടുക്കാം. പക്ഷെ അന്ന് വാതിൽ കൊടുത്ത് പറഞ്ഞത് മുറിയിൽ കുറിച്ചിട്ടാണ്. ഇവിടെ
അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഉത്സവം എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ്, അവളുടെ നാളുകൾ എന്ന് പറയുന്ന നിർമ്മാതാവൊക്കെ ആയിരുന്ന രാഹുൽ. അദ്ദേഹത്തിന് നമ്മളൊപ്പം വിളിക്കാം. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട്. ഐ വി ശശിയോടൊപ്പം യാത്ര ചെയ്യുന്നതിനോടൊക്കെ വലിയ സ്നേഹവും സന്തോഷവും ഉണ്ട്. കാരണം ഈ കാലഘട്ടം സിനിമയെ നയിച്ച വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂറി ചെയർമാൻ എന്നുള്ളത് വളരെ ചെറിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു. കാരണം എന്നോടൊപ്പം വളരെ പരിചയകരായിട്ടുള്ള മറ്റ് പുതിയ തലമുറയിലെ സംവിധായകരുടെ ജൂറി ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ പേര് പറയുന്നില്ല. വളരെ പ്രഗത്ഭരായ പുതിയ കാലഘട്ടത്തിന്റെ സിനിമ എന്താണെന്ന് കാണിച്ചു തന്ന, തിരിച്ചറിയുന്ന ഒരു പറ്റും ചെറുപ്പക്കാരെ വളരെ പ്രഗത്ഭരായിട്ടുള്ളതാണ് ഈ ജൂറി ഉണ്ടായിരുന്നത്. അവരാണ് ഈ ഷോർട്ടിനും എല്ലാം തെരഞ്ഞെടുത്തത്. ഞാൻ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും മികച്ച സിനിമക്കുള്ള ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് നേടിയ സിനിമ അത് ഒരു ബാലിക പശ്ചാത്തലത്തിൽ അതിൽ പറയുന്ന പൊളിറ്റിക്സ് ആണ് ആ സിനിമയെ മികച്ച ചിത്രമാക്കി മാറ്റിയത്. സാങ്കേതികത്വം ഒന്നുമല്ല, അതിന്റെ പൊളിറ്റിക്സ്. അതിന്റെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതുവരെയാണ് അത് മികച്ച ചിത്രമാകാൻ കാരണം. അതെ, അടുത്തതായി നമ്മൾ ഷോർട്ട് മൂവി നാടകവേദി സംവിധായകൻ വിവേക് ചന്ദ്രൻ ആൻഡ് മെമെന്റോ. ഇവരെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം സംവിധാന സ്കൂളിലെ ഏറ്റവും മികച്ച ഗുരു ലഭിച്ച ഇവർ വളരെയധികം
അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ സാധിക്കുകയും എൻ്റെ സംസ്കാരം വളരെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സിനിമയോട് അദ്ദേഹത്തിനുള്ള ഒരു ഡെഡിക്കേഷൻ അത് മറ്റു ഒരു വ്യക്തിയിലും അത് രാവിലെ 7 മണിക്ക് നടക്കാൻ 7 മണിക്ക് കൃത്യമായി താഴെ ഷൂട്ടിങ്ങിൻ്റെ ഓരോ വ്യക്തിക്കും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം മധ്യയോടെ നോക്കിക്കാണുന്ന ഒരു സ്വഭാവം അവിടെ പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇക്കാലം ഒരുപാട് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അത് എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളെ മുമ്പിൽ സംസാരിക്കാനും സാധിച്ചു. വളരെയധികം സന്തോഷം. എല്ലാവരും ഒരു 5-6 മിനിറ്റ് വേറെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഒരുമിച്ച് യാത്ര ചെയ്യും ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞു. പുള്ളി ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുക. നമ്മൾ വിചാരിക്കും ഉറക്കമാണ്. ഉറങ്ങ ചാടി റഷീദെ ആ മമ്മൂട്ടിയുടെ ഒരു കൗണ്ടർ സീമയുടെ ഒരു ക്ലോസപ്പ് എടുത്തായിരുന്നു. നമ്മൾ എടുത്തായിരുന്നു. ഇങ്ങനെ ചെക്ക് ചെയ്തേക്കണം കേട്ടോ. ഇതാണ് ശശി സാർ. അങ്ങനെ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ഒരു വലിയ നഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ. ഓക്കെ, അത്ര പേരെക്കൊള്ളൊന്നും എനിക്ക് പറയാനില്ല. എക്കാലത്തിൽ ഏറ്റവും വലിയ സംവിധാനത്തിൽ ഏറ്റവും മറ്റൊരു വിശ്വാസം നമ്മളുടെ ബദൽ സിനിമ എന്നറിയപ്പെടുന്ന സിനിമകൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ശക്തമായി രാഷ്ട്രീയ സാമൂഹിക തെളിവുകളോടെ ഏറ്റവും ആഴമായി ശശിയെ കുറിച്ച് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും ഈ കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞ അത്രയും മഹാനായ കൂടിയാണ്. എല്ലാവരും ഒരു നിറഞ്ഞ കൈയടി അവർക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ മാക്കി തീർക്കുവാൻ ഒരു സ്പോൺസറുടെ വലിയൊരു സഹായം ആവശ്യമായി ഉണ്ട്. ശ്രീ സുനിൽ മുഹമ്മദ്, താങ്ക് യു സോ മച്ച്. ഒരു പങ്കാണ്. താങ്ക് യു സോ മച്ച് ശ്രീ എഡ്വിൻ എജി ഫ്രം ഫെഡറൽ ബാങ്ക്. നന്ദി സർ. ഒരു പുരസ്കാരം കൂടി. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു ഉത്സവം 2022 ഇത്ര ഒരു വലിയൊരു മാമാങ്കമായി തീരില്ല. ഹൃദയത്തിൽ നിന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. FCC 1983. ശ്രുതിയിലുയരും നാദശലങ്ങളെ സ്വരമാചിരയിൽ അലസമില്ലേ മനസ്സിന്റെ യോപാനത്തിൽ പരന്നു ശ്രുതിയിലുയരും നാദശലങ്ങളെ
ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ സിനിമയിൽ പാടാൻ മാത്രമല്ല അഭിനയിക്കാനും. ബൽറാം വാസുസ്ഥാൻ രാധാസ് എന്ന സിനിമയിലെ മത്താപ്പൂവിൽ മുത്തുപൊഴിച്ചാട്ട് എന്നുള്ള പാട്ട് അതിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമാണ് ഈ അവസരത്തിൽ ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഒരു നാദം ഓർമ്മയിൽ ഉണരുന്നു.